തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് തേർഡ് മോഡ്യൂളിനകത്ത് നമുക്ക് പ്രോബ്ലമാറ്റിക്കായിട്ട് പഠിക്കാനുള്ളത് എന്നാന്ന് വെച്ചാൽ ഗിയറിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഗിയർ ട്രെയിനിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതല്ലാതെ പിന്നെ സിന്തസിസ്, 2 പോയിൻ്റ് സിന്തസിസ് ആൻഡ് 3 പോയിൻ്റ് സിന്തസിസ്, ഓവർലേ മെത്തേഡ്, ഫ്രൂഡൻസ്റ്റൈൻ ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പാർട്ട് ബിയിൽ നിന്ന് എ എന്ന് പറയുന്നത് ഗിയർ ആൻഡ് ഗിയർ ട്രെയിൻ ആണ്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? ഗിയർ ഉണ്ടെന്ന് പറഞ്ഞു, ഗിയർ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, സിന്തസിസ് 2 പോയിൻ്റ് സിന്തസിസ്, 3 പോയിൻ്റ് സിന്തസിസ് ഉണ്ടെന്ന് പറഞ്ഞു, ഓവർലേ മെത്തേഡ് അങ്ങനെ പറഞ്ഞു കുറേ ഉണ്ട്. അതിനകത്ത് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാർട്ട് ബിയിലെ എ എന്ന് പറയുന്നത് ഗിയർ അല്ലെങ്കിൽ ഗിയർ ട്രെയിൻ. ഓക്കെ, ഗിയറിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം വരാം, അല്ലെങ്കിൽ ഗിയർ ട്രെയിനിൽ നിന്ന് ചോദ്യം വരാം. പഠിക്കേണ്ട 2 ടോപ്പിക്കാണ് ഗിയറിൻ്റെ ടോപ്പിക്കും ഗിയർ ട്രെയിനിൻ്റെ ടോപ്പിക്കും. അപ്പോൾ ഈ 2 ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് തേർഡ് മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഗിയർ എന്ന് പറയുന്ന സംഭവം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറേ ഇക്വേഷൻസ് കാണും. ഗിയർ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ദെയർ ആർ സെറ്റ് ഓഫ് ഇക്വേഷൻ. അതിനെ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് എന്താണോ ചോദിച്ചിരിക്കുന്നത് ആ ഇക്വേഷൻ എടുത്തിട്ട് കൊടുത്ത് നമ്മളതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ സംഭവം ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ഇക്വേഷൻസ് പഠിക്കുക, അതും വെച്ച് ചോദ്യം നോക്കിയിട്ട് ഇന്നതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ ഇക്വേഷൻസ് ഇട്ട് കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ ഗിയർ. വലിയ തലവേദന ഉള്ള കാര്യമോ വലിയ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമോ അങ്ങനെയൊന്നുമില്ല. അതാണ് ഗിയർ. ഓക്കെ, അപ്പം മൊഡ്യൂൾ 3 2 കാര്യമാണ് ഗിയറും ഗിയർ ട്രെയിനും. അതിൻ്റെ അകത്ത് ഗിയർ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇക്വേഷൻസ് പഠിക്കുക, അതെടുത്തിട്ട് കൊടുക്കുക. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു 4 ഗിയർ ട്രെയിൻ ഉണ്ട്. സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഈ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളും കോമ്പൗണ്ടിൻ്റെ എല്ലാം ഒരു കൂടിക്കാഴ്ചയായിട്ട് വരും ഈ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഓക്കെ, അപ്പം 4 ഗിയർ ട്രെയിനിൻ്റെ അകത്ത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എന്നാ പറയുന്നത്, 2 ഗിയർ ഒരു ആമിൽ ഇങ്ങനെ നിൽക്കും. ഈ ഗിയർ ഇത്ര സ്പീഡിൽ ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഈ ഗിയർ എത്ര സ്പീഡിൽ ഏത് ഡയറക്ഷനിൽ കറങ്ങും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ ഗിയർ ഇപ്പം ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ, ഇതിപ്പോൾ ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നത്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കണക്കാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. രണ്ടും വളരെ സിമ്പിളാണ്. ഗിയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, അതെടുത്തിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2-3 ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു 3 ക്വസ്റ്റ്യൻസ് ഏതാണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ലെവലിലായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. അത് വെച്ച് നമുക്ക് ഗിയർ ട്രെയിനിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ തേർഡ് മോഡ്യൂളിൽ നിന്ന് പഠിക്കാനുള്ളത്. ഗിയറിൻ്റെ കുറച്ച് കാര്യങ്ങളും ഗിയർ ട്രെയിനിൻ്റെ കുറച്ച് കാര്യങ്ങളും. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ 3 സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. തിയറിയൊക്കെ ഞാൻ വേറെ പറയാം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പാർട്ട് ബിയിൽ നിന്ന്, അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് ചോദിക്കുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് എ ആയിട്ട് ചോദിക്കത്തില്ലേ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പാർട്ട് ബി അങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. അപ്പോൾ പഠിക്കാനുള്ളത് ഗിയറും ഗിയർ ട്രെയിനും. ഓക്കെ, മോഡ്യൂൾ 3 ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജയിക്കാനായിട്ട് നമുക്ക് ഉള്ള പാർട്ട് ബിയിലെ എ എന്ന് പറയുന്ന ടോപ്പിക്ക്, അതിൻ്റെ അകത്തുള്ള 2 ടോപ്പിക്കാണ് ഗിയറും ഗിയർ ട്രെയിനും. ഓക്കെ, അപ്പം ഗിയർ നോക്കാം. അപ്പോൾ ഗിയറാണ് ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗിയർ ട്രെയിൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഒരുപാട് കോൺസെപ്റ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് വേണ്ട ആവശ്യങ്ങളുള്ള കാര്യം മാത്രം പറയാം. അതിനെ നിങ്ങൾ നോക്കി വെക്കുക, എന്നിട്ട് അത് നിങ്ങൾ പ്രോബ്ലത്തിൽ കൊടുത്ത് അങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പം ഗിയർ എന്ന് പറയുന്ന സാധനം അറിയാമല്ലോ, എങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കുറേ പല്ലിങ്ങനെ കാണും. ഇതാണ് എന്തോന്ന് ഗിയർ. ഇതെല്ലാം ഒരേപോലെ കറക്റ്റായിട്ടിരിക്കും. ഇങ്ങനെയല്ല. അപ്പം ഇതിൻ്റെ അകത്ത് എന്തോന്ന് വരും, വേറൊരു ഗിയർ വന്ന് മെഷ് ചെയ്യും. അപ്പം ഇത് 2 ഗിയർ. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് വലിയ ഗിയറിനെ നമ്മൾ വീലെന്ന് പറഞ്ഞ് വിളിക്കും. വലുതിനെ വീലെന്ന് പറഞ്ഞ് വിളിക്കും, ചെറുതിനെ പിനിയൻ എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, അപ്പം അല്ല ഒരുപാട് കൺഫ്യൂസ് കണ്ട, വീലെന്ന് പറഞ്ഞ് വിളിച്ചു, ചെറുതിനെ പിനിയൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ടീത്ത് കൂടിയതിന് വലുതെന്ന് പറഞ്ഞാൽ ടീത്ത് കൂടിയത്. ശരി, അപ്പം ഒരു വീലെന്ന് പറയുമ്പം ഇതിന് നമ്പർ ഓഫ് ടീത്ത് കാണും. ഓക്കെ, നമ്പർ ഓഫ് ടീത്ത് കാണും. അതിനാണ് ക്യാപിറ്റൽ T എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ വീലിന് എടുക്കുക. ഇപ്പോൾ പിനിയൻ ആണെങ്കിലോ നമ്പർ ഓഫ് ടീത്ത് എത്ര എടുക്കും? നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? സ്മോൾ t വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ,
ഇപ്പോൾ വീലിന് നമ്പർ ഓഫ് ടീത്തിന് നമ്മൾ ക്യാപിറ്റൽ ടി ആയിട്ട് ഡിനോട്ട് ചെയ്തു, പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്തിന് സ്മോൾ ടി ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇനിയിപ്പം ഡയമീറ്റർ ഓഫ് ദ ഗിയർ, ഡയമീറ്റർ ഓഫ് വീലിനെ നമ്മൾ എങ്ങനെ എടുക്കും? ക്യാപിറ്റൽ ഡി ആയിട്ട് എടുത്തു. അതുപോലെ ഡയമീറ്റർ ഓഫ് പിനിയൻ ഗിയറിനെയോ എന്നാന്ന് എടുത്തു? സ്മോൾ ഡി ആയിട്ട് എടുത്തു. ഓക്കെ, ഈ ഗിയറിൻ്റെ മോഡ്യൂള് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിന് ഡിനോട്ട് ചെയ്യുന്ന എം എന്നാണ്, ക്യാപിറ്റൽ എം. ഡയമീറ്റർ ഓഫ് ദ വീല് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓഫ് വീല്, അതാണ് ഡി ബൈ ടി. ഇവിടെയാണെങ്കിലോ സ്മോൾ ഡി ബൈ സ്മോൾ ടി. ഓക്കെ, അതാണ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ നമുക്കിപ്പോൾ നമ്പർ ഓഫ് ടീത്തും തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡി ബൈ ടി ചെയ്താൽ മതി. ഓക്കെ, ശരി. അപ്പം നമുക്കിപ്പോൾ ഇതിൽ നിന്നും എന്തോന്ന് മനസ്സിലായി? എം ഇസ് ഈക്വൽ ടു ഡി ബൈ ടി ആണെന്ന് മനസ്സിലായില്ലേ? അപ്പം ഡി ഇസ് ഈക്വൽ ടു, ഇപ്പം നമുക്ക് മോഡ്യൂളും തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ടിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണെങ്കിലോ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു എം ടി. ഇവിടെയാണെങ്കിലോ സ്മോൾ ഡി ഇസ് ഈക്വൽ ടു എം ടി. ഗിയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണെങ്കിലോ എം ടി ബൈ 2 എടുക്കുക. അതുപോലെ തന്നെ ഇപ്പറയും ക്യാപിറ്റൽ ഡി അല്ലേ കൊടുത്തിരുന്നത്, അപ്പോൾ അതിൻ്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം എം ടി ബൈ 2. ഓക്കെ, ഡയമീറ്റർ പിച്ച് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി സഫിക്സ് ആയിട്ട് ഡി. ഓക്കെ, പി ഡി എന്ന് പറഞ്ഞിടും. ഇതെന്താന്ന് വെച്ചാൽ പി ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ബൈ ഡയമീറ്റർ ആണ്. അതായത് നമ്പർ ഓഫ് ടീത്ത് ബൈ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ മോഡ്യൂളിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, ഇതിനെ തിരിച്ചിട്ടിരിക്കുമല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തോന്ന് വിളിക്കാം? 1 ബൈ മോഡ്യൂൾ എന്ന് വിളിക്കത്തില്ലേ? 1 ബൈ മോഡ്യൂൾ എന്ന് വിളിക്കാം. അപ്പോൾ പി ഡി ഇസിക്കൽ ടു ടി ബൈ ഡി ആണ്, അല്ലെങ്കിൽ 1 ബൈ മോഡ്യൂളാണ്. ഇപ്പോൾ മോഡ്യൂൾ തന്നിട്ടുണ്ട്, നമുക്ക് ഡയമീറ്റർ പിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 ബൈ എം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെയോ പി ഡി എന്ന് പറയുന്നത് എത്ര വരും? ക്യാപിറ്റൽ ടി ബൈ ക്യാപിറ്റൽ ഡി ഇസിക്കൽ ടു 1 ബൈ മോഡ്യൂൾ. ഓക്കെ, അത് അവിടെ അങ്ങനെ ഒരു സംഭവം. ഡയമീറ്റർ പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ സർക്കുലാർ പിച്ച് എന്ന് പറയുന്നത് പി സി ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന്? പൈ എം എന്നാണ് പറയുന്നത്. പൈ ഇൻറ്റു എം, പൈ ഇൻറ്റു മോഡ്യൂള്. പൈ ഇൻറ്റു മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ മോഡ്യൂളിനെ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലേ? പൈ ഇൻറ്റു ഡി ബൈ ടി എന്ന് എഴുതത്തില്ലേ? സ്മോൾ ഡി. ഇപ്പോൾ പിന്നീണ്ട കേസല്ലേ പറയണം. അപ്പോൾ സ്മോൾ ഡി ബൈ ടി എന്ന് എഴുതത്തില്ലേ? അപ്പോൾ അതുപോലെ ഇപ്പറയാണെങ്കിൽ ഇത് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാൽ മതി. അതാണ് പി സി ഈക്വൽ ടു പൈ ഇൻറ്റു മോഡ്യൂള്. അങ്ങനെ പറഞ്ഞാൽ പൈ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ ടി. ഓക്കെ, ക്യാപിറ്റൽ ടി. മോഡ്യൂൾ എം ഇസ് ഈക്വൽ ടു, മോഡ്യൂൾ എം എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു ഡി ബൈ ടി ആണ്. അതിപ്പോൾ വീലിൻ്റെ കേസാണെങ്കിൽ ക്യാപിറ്റൽ ഡി ബൈ ക്യാപിറ്റൽ ടി. അതിപ്പോൾ പിനിയൻ്റെ കേസിലാണെങ്കിൽ സ്മോൾ ഡി ബൈ ടി. അത്രേ ഉള്ളൂ. പിന്നെ ഡി ഇസ് ഈക്വൽ ടു, അതിൽ നിന്ന് ഡി ഇസ് ഈക്വൽ ടു എം ടി അല്ലേ? മോഡ്യൂൾ ഇൻറ്റു ടി നമ്പർ ഓഫ് ടീത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടും. അതുപോലെ തന്നെ നേരെ തിരിച്ചു. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു ഡി ബൈ എം എന്ന് പറഞ്ഞു വരും. ഡയമീറ്റർ പിച്ച് പി ഡി എന്ന് പറയുന്നത് എന്തോന്നാണ്? ടി ബൈ ഡി ആണ്. മറ്റേത് ഡി ബൈ ടി ആയിരുന്നു, ടി ബൈ ഡി ആണ്. അതായത് മോഡ്യൂളിൻ്റെ റെസിപ്രോക്കൽ. അതുകൊണ്ടാണ് അതിനെ 1 ബൈ എം എന്ന് പറഞ്ഞ് എടുത്തത്. ഓക്കെ, ഇതൊരു ഇക്വേഷൻ. ഇനി അടുത്ത സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ ഇൻറ്റു പൈ ആണ്, പൈ എം ആണ്. അല്ലെങ്കിൽ എന്തോന്നാണ്? പൈ ഡി ബൈ ടി. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡി ബൈ ടി അല്ലേ, പിന്നെ പൈ ഡി ബൈ ടി എന്ന് പറഞ്ഞ് വരും. ഇവിടെ ഞാൻ ഇതിനെ വീല് എന്ന് പറഞ്ഞെടുത്തു, ഇതിനെ പിനിയൻ എന്ന് പറഞ്ഞെടുത്തു. ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഗിയർ എ എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇതിനെ ഗിയർ ബി എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എഴുതിക്കോണം. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഗിയർ 1 എന്ന് പറഞ്ഞായിരിക്കും ഇതിനെ എടുക്കുന്നത്, ഇതിനെ ഗിയർ ചിലപ്പോൾ 2 എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എഴുതിക്കോണം. അതായത് അപ്പോൾ നിങ്ങൾ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് നിങ്ങളപ്പോൾ എങ്ങനെ എഴുതും? ടി ബി എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും. ടി ബി എന്ന് പറഞ്ഞ് ചിലപ്പോൾ എഴുതുമായിരിക്കും. ടി ബി എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും. ഡി ബി എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും.
അതിപ്പോൾ നമ്പർ ഇങ്ങനെയാണെങ്കിലോ T2 എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും, ചിലപ്പോൾ D2 എന്ന് പറഞ്ഞ് എഴുതുമായിരിക്കും. ആ ഒരു രീതിയിൽ ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്തെന്നിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ടീത്തിനാണെങ്കിൽ TA എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും, അതുപോലെ തന്നെ DA എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും, അതുപോലെ തന്നെ T1 എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും, D1 എന്ന് പറഞ്ഞ് എടുക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ഏത് തന്നെയാണോ എടുക്കുന്നത്, ഇപ്പം ഞാനിപ്പോൾ ഇതിനെയാണ് ഇപ്പോൾ ഞാൻ ക്യാപിറ്റലായിട്ട് എടുത്തിരിക്കുക, നിങ്ങൾ ഇതിനെ മാത്രം ക്യാപിറ്റലായിട്ട് വെച്ച് ആ ഒരു രീതിയിൽ എടുക്കുക, ഇതിനിപ്പോൾ സ്മോളായിട്ട് എടുക്കുക. ഓക്കെ, ബേസിക്കലി നമ്മൾ വീൽ എന്ന് പറയുന്ന സാധനത്തിന്, അതായത് വലുതായിട്ടുള്ള സാധനത്തിന് മിക്കപ്പോഴും ക്യാപ്സൂൾ കൊടുത്ത് എഴുതും. സ്മോൾ ആയിട്ടുള്ള ചെറിയ ഒരു ഗിയറിനെ വന്നിട്ട് പിനിയണിനെ വന്നിട്ട് നമ്മളെപ്പോഴും സ്മോൾ ആയിട്ട് എഴുതും. അങ്ങനെയാണ് സാധാരണ. ക്യാപിറ്റൽ RA എന്ന് പറയുന്നത് എന്തോന്നാണ്? R പ്ലസ് അഡണ്ടം ആണ്. ഇത് ഏതിൻ്റെ കേസാണ് കാണാമോ? ഓക്കെ, വീലിൻ്റെ കേസിൽ RA പ്ലസ് അഡണ്ടം. ഇനി ഇതിപ്പം പിനിയൻ്റെ കേസിലാണെങ്കിലോ RA എന്ന് പറയുന്നത് R പ്ലസ് അഡണ്ടമാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ അഡണ്ടവും കോമൺ ആണ്, ഇത് രണ്ടെണ്ണമാണ് വ്യത്യാസം. ഇതെന്ന് പറയുന്നത് എന്തോന്ന്? വീലിൻ്റെ ക്യാപിറ്റൽ RA ആണ്. R എന്ന് പറയുന്നത് വീലിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, സ്മോൾ r എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പിനിയൻ്റെ റേഡിയസ് ആണ്. RA എന്ന് പറയുന്നത് പിനിയൻ്റെ ആണ്. ഓക്കെ, RA എന്ന് പറഞ്ഞാൽ അഡണ്ടം റേഡിയസ്. ഓക്കെ, അഡണ്ടത്തിൻ്റെ റേഡിയസ് എന്നാണ്. ഓക്കെ, അഡണ്ടം റേഡിയസ് വേറെയാണ്, റേഡിയസ് വേറെയാണ്, അഡണ്ടം വേറെയാണ്. അത്രയും മാത്രം ജസ്റ്റ് വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ പാത്ത് ഓഫ് അപ്രോച്ച് എന്ന് പറയും. പാത്ത് ഓഫ് അപ്രോച്ച് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് KP എന്നാണ്. KP. അതിൻ്റെ ഇക്വേഷൻ RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് R സൈൻ ഫൈ. ഓക്കെ, RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ. ഇത് ഇത്ര റൂട്ടിൻ്റെ അകത്ത് വരും. എന്നിട്ട് ഈ മൈനസ് R സൈൻ ഫൈ ഉണ്ടല്ലോ, അത് റൂട്ടിന് പുറത്ത് വരും. അപ്പോൾ ഇതാണ് പാത്ത് ഓഫ് അപ്രോച്ച്. KP എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇനി ഈ കോസ് സ്ക്വയർ ഫൈനെ നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ട് അടിക്കാൻ നേരത്തെ എങ്ങനെ അടിക്കുമെന്ന് അറിയാമോ? കോസ് ഫൈ സ്ക്വയർ എന്നായിരിക്കും അടിക്കുന്നത്. ഓക്കെ, ഫൈ ഈസിക്കൽ ഇപ്പം ഞാനിവിടെ ഒരു 30 ഡിഗ്രിയാന്ന് എടുക്കുവാന്ന് വിചാരിച്ചു. അപ്പം 30 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഇസീക്കൽ ടു ഇങ്ങനെ വേണം അടിക്കാനായിട്ട്. പാത്ത് ഓഫ് റിസസ് അതിനെ പറയുന്നതാണ് PL. ഓക്കെ, KPPL. ഇതിന് PLൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ സ്മോൾ RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് R സൈൻ ഫൈ. അതിൻ്റെ അകത്ത് ഈ കോസ് സ്ക്വയർ ഫൈ മുതൽ ഇവിടം വരെ ഉള്ളത് റൂട്ടിൻ്റെ അകത്ത് കിടക്കും. ഓക്കെ, റൂട്ട് RA സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് R സൈൻ ഫൈ. സെയിം ഇക്വേഷൻ തന്നെ. ഇതിനകത്ത് ക്യാപിറ്റൽ R ആയിട്ട് കിടക്കുന്നത് മൊത്തം ഇവിടെ സ്മോൾ r ആയി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, KL എന്ന് പറയുന്നത്, അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ KPL ഇങ്ങനെയാണ്. അപ്പോൾ KP ആണ് KP പാത്ത് ഓഫ് അപ്രോച്ച്, PL ആണ് പാത്ത് ഓഫ് റിസസ്. KL എന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോൾ KL എന്ന് പറയുമ്പോൾ എന്തോന്ന് വരും? KPയും PLും കൂടെ കൂട്ടുന്നതല്ലേ? KPയും PLും കൂടെ കൂട്ടുന്നതല്ലേ KL അല്ലേ? അത് തന്നെ. KL ഇസ് ഈക്വൽ ടു KP പ്ലസ് PL ആണ്. അപ്പം ഈ KLന് നമ്മൾ പറയുന്ന പേരാണ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. ഷോർട്ടായിട്ട് LPC എന്ന് പറയും. LPC എന്ന് പറയുന്നതാണ് എന്തോന്ന്? ഈ സാധനം. ഓക്കെ, അപ്പം LPC ഇസ് ഈക്വൽ ടു KL ആണ്. KL എന്ന് പറഞ്ഞത് എന്താണ്? KP പ്ലസ് PL ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്, അതായത്
അതിനെ നമ്മൾ LAC എന്നാണ് വിളിക്കുന്നത്. LAC, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്. LAC എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഇല്ലേ, ഇത്, അതായത് KL, അതായത് KP + PL, അതിനെ കോസ് ഫൈ കൊണ്ട് ചെയ്യുന്നതാണ് LAC. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, LAC എന്ന് പറഞ്ഞാൽ LPC/cos φ. ഇനി കോണ്ടാക്ട് റേഷ്യോ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ CR എന്നാണ് പറയുന്നത്. അതിനെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇല്ല, ഈ കണ്ടുപിടിച്ച ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ബൈ PC ചെയ്യുന്നതാണ്. PC എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ പിച്ച്. ഞാനിവിടെ പറഞ്ഞില്ലേ, സർക്കുലാർ പിച്ച് πm. മോഡ്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ π × m എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. അല്ല D-യും T-യും ആണ് തന്നിരിക്കുന്നതെങ്കിൽ π × d/t ചെയ്താൽ മതി. അങ്ങനെ PC ചെയ്ത് LAC/PC ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ട് റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പം KL എന്ന് പറയുന്നതാണ് എന്തോന്ന്? ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. അപ്പം അതിൻ്റെ ഇക്വേഷൻ ഇതും കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ, അപ്പം LPCക്ക് ഒറ്റ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ? LPC = ഇത് രണ്ടെണ്ണം കൂട്ടി എഴുതുന്നതാണ്. RA² - R² cos² φ, അതായത് ഈ ഇക്വേഷൻ. അതിനെ പിന്നെ പ്ലസ് ഇത് മിച്ചം നമുക്ക് അവസാനം ഒരുമിച്ച് എഴുതാം, ഇതിൻ്റെയും കൂടെ. ഓക്കെ, അതിനുശേഷം RA² - R² cos² φ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇതും എഴുതി. ഇനിയിപ്പം ഇത് മൈനസ് R + R ഒരുമിച്ച് എഴുതി sin φ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. ഒന്നെങ്കിൽ നമുക്ക് KP ചെയ്യുക, PL ചെയ്യുക, എന്നിട്ട് അതിനെ തമ്മിൽ കൂട്ടി എഴുതുക, അങ്ങനെയും എഴുതാം LPC എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്തോന്ന് ചെയ്യാം, നമുക്ക് ഇങ്ങനെയും ചെയ്യാം. LPC എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, φ എന്ന് പറയുന്ന ഒരു ആംഗിളാണ്, ആ ആംഗിൾ തരും. φ എന്ന് പറയുന്നത് ഒരു ആംഗിളാണ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. മോഡ്യൂളിൻ്റെ ഒരു സെറ്റ് ഇക്വേഷന്, ഒരു ഇക്വേഷന്, ഡയമീറ്റർ പിച്ചിൻ്റെ ഒരു ഇക്വേഷന്, സർക്കുലർ പിച്ചിൻ്റെ ഒരു ഇക്വേഷന്, പാത്ത് ഓഫ് അപ്രോച്ചിൻ്റെ ഒരു ഇക്വേഷന്, ഓക്കെ, പാത്ത് ഓഫ് റിസസിൻ്റെ ഒരു ഇക്വേഷന്, പിന്നെ LPC എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ ചേർന്ന ഒരു ഇക്വേഷൻ. ഇത് വേണമെങ്കിൽ ഇത് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഒന്നെങ്കിൽ ഇത് രണ്ടെണ്ണം പഠിക്കുക, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം പഠിക്കുക എന്നുള്ള രീതിയിൽ എടുക്കുക. ചിലപ്പോൾ ഇതായിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇതും കൂടെ കൂട്ടിയാൽ നമുക്ക് ഇത് കിട്ടും. പക്ഷെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഇത് തന്നെ പഠിച്ചു വെക്കുക, ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. ഓക്കെ, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ KP + PL ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. എന്നിട്ട് ഏഴാമത്തെ ഇക്വേഷൻ ലെങ്ത് ഓഫ് LAC കണ്ടുപിടിക്കേണ്ടത് LPC/cos φ ചെയ്താൽ മതി, LAC. അതിനുശേഷം കോണ്ടാക്ട് റേഷ്യോ, അതിൻ്റെ ഇത് എട്ടാമത്തേതായിട്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു 8 ഇക്വേഷൻ പഠിക്കണമെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ പറയാം. ഗിയർ റേഷ്യോ ക്യാപിറ്റൽ ലെറ്റർ G ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ G = T/T എന്നാണ്. T എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്നാണ്? വീലിൻ്റെ നമ്പർ ഓഫ് ടീത്ത്. സ്മോൾ t എന്ന് പറഞ്ഞാൽ അറിയാലോ പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്ത്. അതുപോലെ തന്നെ നമുക്കിതിനെ T/T = ω1/ω2 എന്ന് എഴുതാം. അതുപോലെ തന്നെ N1/N2 എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ, ഗിയർ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ω1 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്ത് ω2 കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ω1 ω2 ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഗിയർ റേഷ്യോയും കണ്ടുപിടിക്കാം. അതുപോലെ തന്നെയാണ് ഇത് N1/N2, G = N1/N2 എന്നാണ്. G = T/T എന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിയർ റേഷ്യോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാം. ഇതും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. അങ്ങനെ ഇതെല്ലാം ഒരു റിലേഷനാണ്. G = T/T ആണ്, ω1/ω2 ആണ്, N1/N2 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 9 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ശരി. ഇനിയിപ്പം വേറെ ഒരു കാര്യം ചില സമയത്ത് ചോദിക്കും, ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. ആംഗിൾ ടേൺഡ് ത്രൂ
പിനിയൻ വെയർ 1 പെയർ ഓഫ് ടീത്ത് ഈസ് ഇൻ മെഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം ഇങ്ങനെ ചോദിക്കാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സംഭവത്തിന് നമ്മൾ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുമല്ലോ, അതിനെ കണ്ടുപിടിച്ചിട്ട് അത് ഡിവൈഡഡ് ബൈ പിനിയണ്ടയിലെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിനിയണ്ട സർക്യൂംഫറൻസ് ഓഫ് പിനിയൻ ഇൻറ്റു 360 ഡിഗ്രി. ഒരു ഗിയർ എന്ന് പറയുമ്പോൾ മൊത്തം 360 ഡിഗ്രി അല്ലേ, 360 ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ചോദ്യത്തിൽ ഇപ്പം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തില്ലേ, എന്നതാ ഇതിന്റെ അഡണ്ടം കണ്ടുപിടിക്കുക, ഇതിന്റെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുക, ഇതിന്റെ കോണ്ടാക്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ചില സമയത്ത് ഇങ്ങനെ ചോദിക്കാം, ആംഗിൾ ടേൺഡ് ത്രൂ പിനിയൻ വെയർ 1 പെയർ ഓഫ് ടീത്ത് ഇസ് ഇൻ മെഷ്. അങ്ങനെ പറഞ്ഞ് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിച്ചിരിക്കും. അതിനെ പിനിയന്റെ സർക്യൂംഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സർക്യൂംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പൈ ഡി, സ്മോൾ ഡി കൊടുക്കാൻ കാരണം ഇത് പിനിയൻ ആണ്. ഓക്കെ, പൈ ഡി. ഇപ്പൊ നമുക്ക് ഡി അല്ല റേഡിയസ് ആണ് അറിയാമെങ്കിൽ 2πr. ഇത് ഞാൻ 10 എന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത വേറൊരു സാധനമുണ്ട്, വെലോസിറ്റി ഓഫ് സ്ലൈഡിങ്. അതായത് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി എസ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ vs എന്ന് പറയുന്നത് ω1 + ω2 ഇൻറ്റു, ഇപ്പം അവർ പറയുന്നത് ചിലപ്പം പാത്ത് ഓഫ് അപ്രോച്ചിലെ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് കണ്ടുപിടിക്കുക എന്നായിരിക്കും പറയുന്നത്. അപ്പം KP. അല്ല പാത്ത് ഓഫ് റിസസിലെയാണ് ചോദിക്കുന്നതെങ്കിൽ ω1 + ω2 PL. ഓക്കെ, ഇതിന് ഞാൻ 11 പറഞ്ഞെടുത്തു. പിന്നെ V = R ω. ആ ഒരു ഇക്വേഷനും കൂടെ നോക്കി വെച്ചോളുക, അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു സെറ്റ് ഇക്വേഷൻസ് ഇത് ഇത്രയും എന്തോന്ന് ഗിയറിന്റെ സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഗിയറിന്റെ ഒരു ചെറിയൊരു സബ് ടോപ്പിക് ഉണ്ട്. ആ സബ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇന്റർഫറൻസ് ഇൻ ഗിയർസ്. അതായത് ഇപ്പോൾ ഒരു പല്ലെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക, ഇനി ഒരു പല്ലെന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് ഇതിൻ്റെ അകത്ത് മെഷീനാകാൻ വേണ്ടിയിട്ട് വരിക. അപ്പം ഇതാദ്യം ഇങ്ങനെ കയറി ഇങ്ങനെ ലോക്കായില്ലേ വരുന്നത്. അപ്പം ആദ്യം ഇതിങ്ങനെ വരാൻ നേരത്തെ ഇതിൻ്റെ അകത്തേക്ക് ഇടിക്കുക പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ആയിപ്പോവും. ഇതിവിടെ ഇങ്ങനെ തട്ടുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ഇവിടെ ഒരു മുട്ടൽ വരും. ഓക്കെ, ഇവിടെ ഒരു മുട്ടൽ വരും. അപ്പോൾ അതേസമയം നമ്മൾ ഈ ഗിയർ ടൂത്തിനെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം കയറി വരാൻ നേരത്ത് ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഓക്കെ, പുരിഞ്ഞതാണ്. അതായത് ഇത് ഇവിടെ ഈ ഒരു വിടവില്ലാതെ ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുവാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സാധനം കയറി വരുമ്പോൾ ഇത് ഇവിടെ കയറി ഇങ്ങനെ തട്ടും. അതൊരു പ്രശ്നമാകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തു. അപ്പൊ ഈ കട്ടിങ് കൊടുക്കുന്ന ഇന്റർഫറൻസ് എന്നുള്ള രീതിയിൽ കട്ടിങ് എന്നുള്ള ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പം അതിന്റെ അങ്ങനെ കട്ടിങ് കൊടുക്കുന്നു. അങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് അത് അപ്പോൾ സ്മൂത്ത് ആവും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഒരു 2-3 ഇക്വേഷനും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. ഒരു സെറ്റ് കാര്യങ്ങൾ പഠിച്ചു. ഇനിയിപ്പം ഗിയറിന്റെ ചെയ്യാൻ തന്നെ ഇനി അടുത്ത ഒരു സെറ്റ് കാര്യങ്ങളുണ്ട്. സെറ്റ് 2 എന്നാന്ന് വെച്ചാൽ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഗിയറിന്റെ തന്നെ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അവരിങ്ങനെ ചോദ്യത്തിൽ പറയും എന്തോന്നാണ് ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് പറയും. അതായത് അതിനെയാണ് AW × M എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് 2M എന്ന് പറഞ്ഞ് തരും, 2M എന്ന് പറഞ്ഞ് തരും.
എന്നിട്ട് ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡുകൾ എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ വീലിൻ്റെ ആണെങ്കിൽ, അതായത് ഇപ്പോൾ 2m ആണെങ്കിൽ ഈ എമ്മിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന എന്താണെന്നാണ് 2 എല്ലാം കൊണ്ട് ഗുണിച്ചിരിക്കുന്നത്. അതാണ് ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ. മനസ്സിലായോ? ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ. അപ്പോൾ ഇതാണ് എന്തോന്ന് എ ഡബ്ല്യു ആണ് എത്ര 2. മനസ്സിലായോ? ഇപ്പോൾ വീലിൻ്റെ കേസ്, ഇപ്പോൾ വീലിൻ്റെ കാര്യം പറയുന്നെങ്കിൽ AW എന്ന് പറഞ്ഞെടുക്കണം. ഇപ്പോൾ പിനിയൻ്റെ കാര്യമാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നെങ്കിലോ, പിനിയൻ്റെ കാര്യമാണ് അവർ സംസാരിച്ച് പറഞ്ഞിരിക്കുന്നത് 2m എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂൾ AP എത്ര ആയിട്ട് എടുക്കണം? 2 ആയിട്ട് എടുക്കണം. ഒന്നുമില്ല, ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡ്യൂളിനെ നമ്മളൊരു സംഭവമായിട്ട് എടുക്കും. ഒന്നെങ്കിൽ AW അല്ലെങ്കിൽ AP. പിനിയൻ ആണെങ്കിൽ AP എന്ന് എടുക്കുക, വീലാണെങ്കിൽ AW എന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. ഇത് എഴുതുന്നത് ഇങ്ങനെയാണ്: അഡണ്ടം ഇസ് ഈക്വൽ ടു, അഡണ്ടം എന്ന് പറയുന്നത് 2m ഫാക്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് മോഡുള്ള ആ ഒരു രീതിയിൽ പറയും. അപ്പം AW ഇൻറ്റു M. ഓക്കെ, അതുപോലെ തന്നെ അഡണ്ടം ഇസ് ഈക്വൽ ടു, ഇനി പിനിയൻ്റെ കേസ്, AP ഇൻറ്റു M. ഓക്കെ, അതിൻ്റെ അകത്ത് AP ശ്രദ്ധിച്ചോളുക, AW ശ്രദ്ധിച്ചോളുക. 13ാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തത് 14ാമത്തെ സെറ്റ് എന്നാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അകത്ത് അവരിങ്ങനെ അപ്പോൾ അവർ ചോദിക്കുന്ന ഇതാ, ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആ ഗിയർ റേഷ്യോ തന്നിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് സ്മോൾ ടി എത്ര വേണം എന്ന് പറഞ്ഞ് ചോദിക്കും. മനസ്സിലായോ? അതാണ് ചോദ്യം. അങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് ഇൻ്റർഫറൻസ് ഇങ്ങനെ കയറാൻ നേരത്തുള്ള ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു കട്ടിങ് കൊടുക്കണം. അപ്പോൾ ആ ടീത്ത്, ആ ഒരു നമ്പർ ഓഫ് ടീത്ത് അത് എങ്ങനെ വേണം, ഗിയർ റേഷ്യോ അവർ തന്നിരിക്കും. പിന്നെ AW എന്ന് പറഞ്ഞ സംഭവം അവരിങ്ങനെ പറയും. അഡണ്ട എന്ന് പറയുന്നത് ഫാക്ടർ 2m എന്ന് പറഞ്ഞ് പറയാം. അതിൻ്റെ അത് 2നെ നമ്മൾ AW ആയിട്ട് എടുക്കണം. വീലിൻ്റെ ഇതിൻ്റെ അകത്ത് AP-നെ വന്നിട്ട് നമ്മൾ പിനിയനായിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കിട്ടും. പിന്നെ അവർ ഗിയർ റേഷ്യോ അവർ തരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെങ്ങനെ എത്ര എടുക്കണം, സ്മോൾ ടി എത്ര എടുക്കണം, ഇൻ്റർഫറൻസ് അവിടെ, അങ്ങനെ ഒരു സംഭവം ചോദിക്കും. അപ്പോൾ വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ഇക്വേഷനാണ്. ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. നിങ്ങളങ്ങനെ ഇപ്പോൾ സ്മോൾ ടി കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ 2 ഇൻറ്റു AW ബൈ G ഇൻറ്റു 1 പ്ലസ് 1 ബൈ G, 1 ഇൻറ്റു 1 ബൈ G പ്ലസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ 5 -1 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ AW തരുന്ന കേസിലാണ് ഇത് എടുക്കേണ്ടത്, ഈ ഒരു ഇക്വേഷൻ. ഇനി AP ആണ് തന്നിരിക്കുന്നത്, പിനിയൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എങ്ങനെ എടുക്കണം? പിനിയൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇതുണ്ട്, T is equal to 2 ഇൻറ്റു A സഫിക്സ് P ബൈ 1 പ്ലസ് G പ്ലസ് 2 സൈൻ സ്ക്വയർ 5 -1 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഈ -1 പുറത്താണ് കിടക്കുന്നത്, റൂട്ടിൻ്റെ പുറത്താണ് -1 കിടക്കുന്നത്. 2 ഇൻറ്റു AP ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് G ഇൻറ്റു G പ്ലസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ 5 -1. ഓക്കെ, ഇതാണ് AP തന്നാലുള്ളത്. ഓക്കെ, AW തരുവാണെങ്കിൽ ഇതും, AP തരുവാണെങ്കിൽ ഇതും. പുരിഞ്ഞതാണ്. ഇനി നമ്മളിപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ച് സ്മോൾ ടി കണ്ടുപിടിച്ചു. ഇനിയിപ്പം നമ്മളോട് ഇപ്പം ചിലപ്പോൾ ക്യാപിറ്റൽ T ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തോന്ന് ചെയ്യണം? G is equal to ക്യാപിറ്റൽ T ബൈ സ്മോൾ ടി അല്ലേ? അപ്പോൾ സ്മോൾ ടി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ക്യാപിറ്റൽ T കണ്ടുപിടിക്കണമെങ്കിൽ T is equal to G ഇൻറ്റു സ്മോൾ ടി അല്ലേ? ഓക്കെ, ഈ ഒരു സംഭവം ഇപ്പം നിങ്ങൾ AW തന്നത് വെച്ച് AW വെച്ച് കൊടുത്ത ഇക്വേഷൻ ഇത് വെച്ച് സ്മോൾ ടി കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ T കണ്ടുപിടിക്കുകയാണെങ്കിൽ G
ജി ഇസിക്കൽ ടു ടി ബൈ ടി. ജി നമുക്ക് തന്നിട്ടുണ്ട്, അത് വെച്ചാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പം ജി ഉണ്ട്, സ്മോൾ ടി നമ്മൾ കണ്ടുപിടിച്ചു, അത് വെച്ച് നമുക്ക് എന്തോന്ന് കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇവിടെ എ പിയുടെ കാര്യം പറയുന്നെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് ഇട്ട് കൊടുക്കും. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് സ്മോൾ ടി കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഇട്ടാൽ പോരെ, ജി ടി ചെയ്താൽ പോരെ, അപ്പോൾ ക്യാപിറ്റൽ ടി കിട്ടത്തില്ലേ? ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സംഭവം. ഇനി വീലിൻ്റെ അഡണ്ടം കണ്ടുപിടിക്കുന്നത്. ഇനി അവർ പറയും അഡണ്ടം ഓഫ് ദ വീല് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അഡണ്ടം ഓഫ് വീൽ എന്ന് പറയുവാണെങ്കിൽ എം എന്തോന്ന്, മോഡ്യൂൾ ഇൻറ്റു ടി, നമ്പർ ഓഫ് ടീത്ത് ഓഫ് വീലിൻ്റെ അല്ലേ, അതുകൊണ്ട് ടി ആദ്യം ബൈ 2, 1 പ്ലസ് സ്മോൾ ടി ബൈ ടി പ്ലസ് 2 സൈൻ സ്ക്വയർ 5 മൈനസ് 1. ഈ -1 പുറത്താണ്. ഓക്കെ, ഇതാണ് എന്ത്, അഡണ്ടം ഓഫ് ദ വീലിൻ്റെ ഇക്വേഷൻ. ഇനി അഡണ്ടം ഓഫ് പിനിയൻ ആണെങ്കിലോ, എങ്ങനെ വരും, മോഡ്യൂൾ ഇൻറ്റു സ്മോൾ ടി, പിനിയൻ ആണ്. ഓക്കെ, സ്മോൾ ടി ബൈ 2. സെയിം ഇക്വേഷൻ തന്നെ. ഈ ടീൻ്റെ സ്മോൾ ടി കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ക്യാപിറ്റൽ ടി കൊടുക്കുക, ക്യാപിറ്റൽ ടി കൊടുത്ത സ്ഥലത്ത് സ്മോൾ ടി കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും, 1 പ്ലസ് ടി ബൈ ടി പ്ലസ് 2 സൈൻ സ്ക്വയർ 5. ഓക്കെ, -1. ഈ -1 പുറത്താണ്, ഈ -1 വിട്ടു പോയേക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തോന്ന്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അഡണ്ടം ഓഫ് വീല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അഡണ്ടം ഓഫ് പിനിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും. അപ്പം ഈ ഇത്ര ഇക്വേഷൻസ്, ഒരു 16 സെറ്റോളം ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ശരിക്കും സെറ്റാക്കി വെച്ചിരിക്കുക. അത് വെച്ചിട്ട് നമ്മൾ ചോദ്യം എന്താണോ ചോദിക്കുന്നത് അതിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യുക. ആ ഒരു സെറ്റപ്പാണ്. ഈ ഈക്വൽ ടു ആർ ഒമേഗയാന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഒമേഗ ഇസ് ഈക്വൽ ടു 2πn/60. അതും കൂടെ ഇവിടെ പറഞ്ഞേക്കാം. ഓക്കെ, 2πn/60. അപ്പം ഇത്രയും ഇക്വേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇത്ര ഇക്വേഷൻസ് ആണ് ഉള്ളത്. അതപ്പം ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നതിന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എന്തോന്ന് വരുന്നത്, നമ്മുടെ ഗിയർ. ദെയർ ആർ എ സെറ്റ് ഓഫ് ഇക്വേഷൻ, സ്റ്റഡി ദാറ്റ് ആൻഡ് അപ്ലൈ അക്കോർഡിംഗ്ലി. അതാണ് ഗിയർ. ഗിയറിൻ്റെ സൈഡിൽ നിന്ന് ഇത്രയും പറഞ്ഞ ഇക്വേഷൻസ് അത്രയും പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക. എന്നിട്ട് അത് ക്വസ്റ്റ്യൻ തരാൻ നേരത്ത് അതിന് നമ്മൾ എന്നൊക്കെയാണോ വേണ്ട അതെങ്ങനെ കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനകത്തെ എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾ മെയിനായിട്ട് ആ ഇക്വേഷൻസ് ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് അതാണ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഗിയർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അകത്ത് തന്നെ 2 സംഭവം ഉണ്ടല്ലോ, LPC LAC കോണ്ടാക്ട് റേഷ്യോ ഉള്ള ആ ഒരു സെറ്റും ഉണ്ട്. സെറ്റ് 2 ആയിട്ടുള്ള എന്തോന്ന് ഇൻ്റർഫറൻസ് ഇൻ ഗിയർസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് സെറ്റ് 1ൽ നിന്ന് ഒരു ചെറിയൊരു ഡെമോ ക്വസ്റ്റ്യനും സെറ്റ് 2ൽ നിന്ന് ഒരു ഡെമോ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ്, അതായത് നമുക്ക് എങ്ങനെ വേണേലും ചോദിക്കാം, എന്തൊക്കെ വേണേലും ചോദിക്കാം. അത്ര ഇക്വേഷൻസ് ആണ് ഉള്ളത്. ആ ഒരു ഇക്വേഷൻസിൽ നിന്നുള്ള ആ ഒരു സെറ്റിൽ നിന്നായിരിക്കും മിക്കപ്പോഴും ചോദ്യം വരാറ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻസ് മൊത്തം പഠിച്ചാൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള സെറ്റ്. അപ്പോൾ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ചോദ്യത്തിൽ കണ്ടോ, എ പിനിയൻ ഹാവിങ് 40 teeth. പിനിയൻ ആണ്. പിനിയൻ എന്ന് പറയുമ്പോൾ സ്മോൾ ടി ഈസ് ഈക്വൽ ടു 40. ഡ്രൈവ്സ് എ ഗിയർ ഹാവിങ് 80 teeth. അപ്പം ക്യാപിറ്റൽ ടി വീലാണ് 80. ഓക്കെ, ദ പ്രൊഫൈൽ ഓഫ് ദ ഗിയർ ഈസ് ഇൻവോൾവ്ഡ് വിത്ത് 20 degree പ്രഷർ ആംഗിൾ. ഫൈ എത്രയാണ്, 20 degree. ഓക്കെ, 14 mm മോഡ്യൂൾ എത്രയാണ്, 14 mm. ആൻഡ് 10 mm അഡണ്ടം എത്രയാണ്, അത് അഡണ്ടം എന്ന് തന്നെ എഴുതുക. അഡണ്ടം ഇസ് ഈക്വൽ ടു എത്രയാണ്, 10 mm. ഓക്കെ, ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, LPC ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് LAC ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം കോണ്ടാക്ട് റേഷ്യോ. ഇനിയിപ്പം നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്
ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ കെ പി പ്ലസ് പി എൽ. അപ്പം നമുക്ക് ആദ്യം മോഡ്യൂളുണ്ട്. മോഡ്യൂൾ വെച്ചിട്ട് നമുക്ക് d/t ചെയ്യാം. ഓക്കെ. അപ്പം ഇതിപ്പോൾ നമ്മൾ ഗിവൺ ആണല്ലോ എടുത്ത് എഴുതിയത്. ഇതാണ് ഗിവൺ. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്യാം. ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ. എന്തോന്നുണ്ട്? വീലും ഉണ്ട്, പിനിയണും ഉണ്ട്. ഓക്കെ, വീലും ഉണ്ട്, പിനിയണും ഉണ്ട്. ഇപ്പോൾ വീലിൻ്റെ M = D/t എന്നാണ്. അപ്പോൾ മോഡ്യൂൾ നമുക്ക് തന്നിട്ടുണ്ട് 14 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് D ആണ് വേണ്ടത്. D = mt അല്ലേ? അപ്പം മോഡ്യൂൾ എത്രയാണ്? 14 mm × T. ക്യാപിറ്റൽ T എത്രയാണ്? 80. അപ്പോൾ D കിട്ടത്തില്ലേ? D എന്ന് പറയുന്നത് 14 × 80 = 1120 എന്തോന്നാണ്? mm ആണ്. ക്യാപിറ്റൽ D കിട്ടി. ഇനിയിപ്പോൾ സ്മോൾ ആർ റേഡിയസ് കിട്ടത്തില്ലേ? ക്യാപിറ്റൽ R എന്ന് പറയുമ്പോൾ D/2 1120 / 2 എത്ര കിട്ടി? 560 എന്ന് പറഞ്ഞ് കിട്ടി. എന്തോന്നാണ്? mm. ഓക്കെ, ഇനി അതുപോലെ ഇപ്പറയും ക്യാപിറ്റൽ M മോഡ്യൂൾ = D/t. D എത്രയാണെന്ന് അറിയത്തില്ല, സ്മോൾ ടി എത്രയാണെന്നറിയാം, 40 ആണെന്ന് പറഞ്ഞ് അറിയാം. ഈ മോഡ്യൂൾ എത്രയാണ്? 14 mm ആണ്. ഓക്കെ, അപ്പം D നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം D = 14 × 40 എന്ന് പറഞ്ഞ് വരും. 14 × 40 ചെയ്യുമ്പം എത്ര കിട്ടി? 560 എന്ന് പറഞ്ഞ് കിട്ടി. 560 mm ആണ് എന്തോന്ന്? സ്മോൾ d, അതായത് ഡയമീറ്റർ. ഇനി അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് D/2. അപ്പം 560/2 എന്ന് പറയുന്നത് എത്ര വരും? 280 എന്ന് പറഞ്ഞ് വരും. 280 mm ആണ് എന്തോന്ന്? റേഡിയസ്. അപ്പം ഇത്രയും കണ്ടുപിടിക്കാം. അപ്പം ഡയമീറ്ററും കണ്ടുപിടിച്ചു, റേഡിയസും കണ്ടുപിടിച്ചു. ഡയമീറ്റർ ഇത്, റേഡിയസ് ഇത്, അത് കണ്ടുപിടിച്ച് വെച്ചു. ഇനിയിപ്പം RA = R + അഡണ്ടമാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അടുത്തത് RA = R + അഡണ്ടം ആണെന്ന് പറഞ്ഞ് നമ്മൾ ഇക്വേഷൻ പഠിച്ചു. അപ്പം അതിൻ്റെ അഡണ്ടം തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ R കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ R എത്രയാ? 560 mm പ്ലസ് അഡണ്ടം എത്രയാ? 10 mm. അപ്പോൾ എത്ര കിട്ടും? 560 + 10 570 mm. അപ്പോൾ RA എത്ര കിട്ടി? RA എന്ന് പറയുന്നത് 570 mm ആണ് കിട്ടി. ഇനി അടുത്ത് ഇവിടെ അതേപോലെ അല്ലേ, RA എന്ന് പറയുന്നത് R + അഡണ്ടമാണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പം ഇതിൻ്റെ R എത്രയാ? 280 പ്ലസ് അഡണ്ടം എത്രയാണ്? 10 mm. അപ്പം 290 mm എന്ന് പറഞ്ഞ് കിട്ടി. എന്തോന്നാണ് കിട്ടിയത്? RA. അപ്പം അതും കിട്ടി. ഇനിയിപ്പം ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്തോന്നാണ്? ഞാൻ KP എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷനും പറഞ്ഞു, PL എന്ന് പറഞ്ഞൊരു ഇക്വേഷനും പറഞ്ഞു. എന്നിട്ട് KP + PL ചെയ്താൽ മതി എന്നും പറഞ്ഞു. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വലിയൊരു ഇക്വേഷൻ LPCക്ക് ഡയറക്റ്റ് ഒന്നും തന്നായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇടാം. അപ്പോൾ LPC എന്ന് പറയുന്നത് KL ആണ് = എങ്ങനെ? RA² - ക്യാപിറ്റൽ R² cos² phi. ഓക്കെ, പ്ലസ് സ്മോൾ RA² - R² cos² phi. റൂട്ടിൻ്റെ അകത്താണ്. എന്നിട്ട് മൈനസ് ക്യാപിറ്റൽ R + സ്മോൾ r sin phi. ഇതാണ് ഇക്വേഷൻ. ഇനിയിപ്പോൾ വാല്യൂ എടുത്തിട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 570² മൈനസ് R² എന്ന് പറയുന്നത് R എന്താ? ഇത് 560² cos² എന്ന് പറയുന്നത് കോസ് phi എത്രയാണ്? 20². ഓക്കെ, ഇങ്ങനെ വേണം ഇടാൻ. 20². cos² phi അങ്ങനെ എല്ലാം ഇടാൻ പറ്റില്ല. ഇത് ഇത്രയും റൂട്ടിൻ്റെ അകത്ത്. ഇനി അടുത്ത പ്ലസ് RA എന്ന് പറയുന്നത് 290² മൈനസ് R² എന്ന് പറയുന്നത് 280². ഓക്കെ, cos² phi എന്ന് പറഞ്ഞാൽ 20². ഓക്കെ, ഇത് ബ്രാക്കറ്റിൻ്റെ അകത്ത് വരും. ഇനി മൈനസ് ക്യാപിറ്റൽ R എത്രയാണ്? 560 പ്ലസ് സ്മോൾ r എത്രയാണ്? 280 ഇൻറ്റു sin phi.
sin φ എന്ന് പറയുന്നത് 20. ഓക്കെ, ഇതിനി ഇട്ട് ചെയ്യാൻ നേരത്ത് എന്തോന്ന് കിട്ടും? LPC എന്ന് പറഞ്ഞ സാധനം കിട്ടും. ചെയ്യാം. അപ്പം കാൽക്കുലേറ്റർ ഫോക്കസ്ഡ് ആണോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പം ആദ്യം റൂട്ട് അടിച്ചിട്ട് 570 സ്ക്വയർ മൈനസ് 560 സ്ക്വയർ എന്നിട്ട് ഇൻറ്റു കോസ് 20 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. റൂട്ടിൽ നിന്ന് പുറത്ത് വന്നു, പ്ലസ് അടിച്ചു. ഇപ്പോൾ റൂട്ടിൻ്റെ പുറത്താണ് പ്ലസ്. ഇനി അടുത്തത് റൂട്ട് കൊടുത്തു. ഇനി എത്രയാണ്? 290 സ്ക്വയർ മൈനസ് 280 സ്ക്വയർ കോസ് അല്ല, സോറി, ഇതിവിടെ മൈനസ് അല്ല കേട്ടോ, ഇവിടെ ഇൻറ്റു ആണ്. അതല്ലേ നോക്കി, ഇവിടെ ഇൻറ്റു കൊടുക്കണം. ഇൻറ്റു കോസ് 20 സ്ക്വയർ വെച്ച് വന്നു. ഇനിയിപ്പം ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൈനസ് ഇടുക. മൈനസ് ഇട്ടിട്ട് അടുത്തതിൻ്റെ അകത്ത് 560 പ്ലസ് 280 ഇൻറ്റു sin 20. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. റൂട്ടിൻ്റെ അകത്തല്ലേ 570 സ്ക്വയർ മൈനസ് 560 സ്ക്വയർ ഇൻറ്റു കോസ് 20 സ്ക്വയർ. ഓക്കെ, അതിനുശേഷം അടുത്തത് പ്ലസ്, അതിനുശേഷം അടുത്ത റൂട്ട് 290 സ്ക്വയർ മൈനസ് 250 സ്ക്വയർ ഇൻറ്റു കോസ് 20 സ്ക്വയർ. അതിനുശേഷം റൂട്ടിന് പുറത്ത് മൈനസ്, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് 560 പ്ലസ് 280 ഇൻറ്റു sin 20. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 158.736 mm എന്ന് പറഞ്ഞ് കിട്ടി. എന്തോന്ന്? ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. ഇതാണ് LPC. ഇതാണ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്, 158.736 mm. അപ്പം LPC കണ്ടുപിടിച്ചു. അപ്പം അവർ ചോദിച്ചിരിക്കുന്ന LPC നമ്മൾ കണ്ടുപിടിച്ചേ. ഇനി പഠിത്തം ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്. LAC എന്ന് പറയുന്നത് എന്തോന്നാണ്? LPC ഡിവൈഡഡ് ബൈ കോസ് ഫൈ അല്ലേ? ഇതിനകത്ത് LPC എത്രയാണ്? 158.736 ബൈ കോസ് ഫൈ എന്ന് പറയുന്നത് 20. ഓക്കെ, അപ്പോൾ എത്ര വരും? 158.736 ഡിവൈഡ് ബൈ കോസ് 20. അപ്പോൾ എത്ര വരും? 168.923 എന്ന് പറഞ്ഞു വരത്തില്ലേ? എന്തോന്നാണ്? MM, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ആണ്. അപ്പം ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റും കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അടുത്ത് എന്തോന്നാണ്? കോണ്ടാക്ട് റേഷ്യോ. കോണ്ടാക്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്തോന്നാണ്? CR is equal to ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ബൈ സർക്കുലാർ പിച്ച് അല്ലേ? സർക്കുലാർ പിച്ചിന്റെ ഇക്വേഷൻ എന്താണെന്നാണ്? സർക്കുലാർ PC is equal to പൈ ഇൻറ്റു M, അല്ലെങ്കിൽ M പൈ ഇൻറ്റു d/t ആണെങ്കിലും ഓക്കെ ആണ്. അപ്പോൾ M നമുക്കിവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ പൈ M തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ PC is equal to പൈ ഇൻറ്റു M. അതിൻ്റെ അകത്ത് M എന്ന് പറയുന്ന സാധനം പൈ ഇൻറ്റു 14. അപ്പോൾ 14 പൈ എത്രയാണ്? 14 ഇൻറ്റു ഷിഫ്റ്റ് പൈ ചെയ്തു is equal to SRD കൊടുത്തപ്പോൾ 43.98 ആണ് സർക്കുലാർ പിച്ച്. ഓക്കെ, അപ്പം ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. 168.923 ബൈ സർക്കുലാർ പിച്ച് 43.98. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 168.923 ഡിവൈഡഡ് 3.840 എന്ന് പറഞ്ഞ് കിട്ടത്തില്ലേ? അതാണ് എന്തോന്ന്? കോണ്ടാക്ട് റേഷ്യോ. സെറ്റ് 1 ഇക്വേഷൻ പറഞ്ഞു, സെറ്റ് 2 ഇക്വേഷൻ പറഞ്ഞു. അപ്പോൾ സെറ്റ് 2 ഇക്വേഷൻ്റെ ഒരു ചെറിയൊരു ഡെമോ ക്വസ്റ്റ്യനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് പെയർ ഓഫ് ഇൻവല്യൂട്ട് സ്പർഗിയർസ് വിത്ത് 20 ഡിഗ്രി പ്രഷർ ആംഗിൾ. അപ്പം ഞാൻ ആൻസർ ഇത് ഗിവൺ എടുത്ത് എഴുതുക. ഓക്കെ, 20 ഡിഗ്രി പ്രഷർ ആംഗിൾ അങ്ങനെ പറഞ്ഞാൽ 5 = 20 ഡിഗ്രി. പിന്നെ ആൻഡ് പിച്ച് ഓഫ് മോഡ്യൂൾ ഈസ് 6 mm ഇസ് ഇൻ മെഷ്. അപ്പം മോഡ്യൂൾ എത്രയാണ്? 6 mm.
ഓക്കെ. ദ നമ്പർ ഓഫ് ടീത്ത് ഓൺ പിനിയൻ, അതായത് സ്മോൾ ടി, ഇസ് ഈക്വൽ ടു 16 ആൻഡ് ഇറ്റ്സ് റൊട്ടേഷണൽ സ്പീഡ് ഈസ് 240 RPM. ഇതിനെ ഞാനപ്പം N1 ആയിട്ട് എടുക്കുക. N1 ഇസ് ഈക്വൽ ടു 240 RPM. ഓക്കെ. വെൻ ദ ഗിയർ റേഷ്യോ ഈസ് 1.75. ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 1.75 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഫൈൻഡ് ഇൻ ഓർഡർ ദാറ്റ് ദ ഇന്റർഫറൻസ് ഈസ് അവോയ്ഡഡ് അഡണ്ടം ഓൺ പിനിയൻ ആൻഡ് ഗിയർ വീൽ. പിനിയണിൻ്റെയും ഗിയർ വീലിൻ്റെയും അഡണ്ടം കണ്ടുപിടിക്കാൻ പറയാം. അഡണ്ടം ഓഫ് പിനിയൺ ആൻഡ് വീല് അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് LPC കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് VS കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെയാണ്? എയ്തർ സൈഡ് ഓഫ് ദ പിച്ച് പോയിന്റ്. എയ്തർ സൈഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അതായത് ഞാൻ പറഞ്ഞില്ല, ഇക്വേഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു ഓരോ ഇതിൻ്റെ പറയും. രണ്ടും പറയുകയാണെങ്കിൽ KP PL അങ്ങനെ പറഞ്ഞു. അപ്പം VS എന്ന് പറഞ്ഞ് വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് KPയുടെയും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ PLൻ്റെയും കണ്ടുപിടിക്കണം. ഓക്കെ. അങ്ങനെ 1 2 3 4 5 ഒരു 5 ഐറ്റം കണ്ടുപിടിക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ശരി, ഇതെങ്ങനെ ചെയ്യാം? ഗിയർ റേഷ്യോ G is equal to capital T by small t. അത് ഗിയർ റേഷ്യോ തന്നിട്ടുണ്ട് എത്രയാണ്? 1.75 ആണ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ T നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. സ്മോൾ ടി തന്നിട്ടുണ്ട് 16. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ T കണ്ടുപിടിക്കത്തില്ലേ? എത്രയാണ്? 1.75 ഇൻറ്റു ഈ 16 അപ്പുറം കൊണ്ടുപോയാൽ പോരെ, അപ്പം ഇൻറ്റു ആവും. ചെയ്യാൻ നേരത്തെ എത്ര വരും? 28 എന്ന് പറഞ്ഞു വരും. അപ്പോൾ 28 എന്തോന്ന്? ക്യാപിറ്റൽ T. അപ്പോൾ ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു 28 കണ്ടുപിടിച്ചു. ഓക്കെ. ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന അഡണ്ടം ഓഫ് പിനിയൻ ആൻഡ് വീല്. അപ്പം അതിന് നമ്മൾ പഠിച്ചായിരുന്നു. അഡണ്ടം ഓഫ് പിനിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പഠിച്ചായിരുന്നു, അഡണ്ടം ഓഫ് വീല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പഠിച്ചായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പിനിയൻ നോക്കാം. അപ്പം അഡണ്ടം ഓഫ് പിനിയൻ എന്ന് പറയുന്നത് എന്തോന്നാണ്? ഇക്വേഷൻ എന്തോന്നായിരുന്നു? പിനിയൻ എന്ന് പറയുമ്പം MT ബൈ സ്മോൾ ടി ബൈ 2 ഇൻറ്റു എന്നായിരുന്നു 1 പ്ലസ് ടി ബൈ ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ T ബൈ ടി ബൈ ടി പ്ലസ് 2 എന്നിട്ട് സൈൻ സ്ക്വയർ 5 മൈനസ് 1. ഓക്കെ. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഇക്വേഷൻ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ M ഉണ്ട്, സ്മോൾ ടി ഉണ്ട്, പിന്നെ എന്താണെന്നുള്ളത് 5 ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കിത് കിട്ടത്തില്ലേ? അപ്പം M എന്ന് പറയുന്നത് 6 ഇൻറ്റു സ്മോൾ ടി എന്ന് പറയുന്നത് 16/2. 1 പ്ലസ് ക്യാപിറ്റൽ T എത്രയാണ് കണ്ടുപിടിച്ചു? 28 ബൈ സ്മോൾ ടി എത്രയാണ്? 16. 28/16 പ്ലസ് 2 സൈൻ സ്ക്വയർ 5 എന്ന് പറയുന്നത് 20. ഇത് ആക്ച്വലി സൈൻ സ്ക്വയർ പറയുന്നത് 20 സ്ക്വയർ എന്നാണ്. ഓക്കെ. എന്നിട്ട് -1 എഴുതണം, വിട്ട് പോയേക്കല്ലേ. ഓക്കെ. ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അഡണ്ടം ഓഫ് പിനിയൻ കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. അപ്പം ഇതെങ്ങനെ എടുക്കാം? ആദ്യം 6 ഇൻറ്റു 16 താഴെ 2. എന്നിട്ട് ഇതേപോലെ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഒന്നും തെറ്റില്ല. പിന്നെ 1 പ്ലസ് 28/16 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് 28/16 പ്ലസ് 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇൻറ്റു സൈൻ 20 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് റൂട്ടിന് പുറത്തേക്ക് വന്നു മൈനസ് എത്രയാണ്? 1 ഇസ് ഈക്വൽ ടു അടിച്ചു. അപ്പം 61.649 61.649 എന്തോന്ന് എനിക്ക് കിട്ടിയ അഡണ്ടം. അപ്പോൾ ഞാൻ എഴുതി അഡണ്ടം ഓഫ് പിനിയൻ എന്ന് പറഞ്ഞാൽ 61.649 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് എന്തോന്ന്? അഡണ്ടം ഓഫ് ഗിയർ വീല്. അഡണ്ടം ഓഫ് വീല് അതിൻ്റെ ഇക്വേഷൻ എന്നാ? വീലെന്ന് പറയുന്ന നേരത്ത് ക്യാപിറ്റൽ T ബൈ 2
ഓക്കെ. അതിനുശേഷം റൂട്ട് ഓഫ് 1 പ്ലസ് സ്മോൾ ടി ബൈ ടി. അതായത് ഇവിടെ വീലെന്ന് പറയുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എല്ലാ ന്യൂമറേറ്റർ വന്നിട്ട് സ്മോൾ ടി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പം ടി ബൈ ടി പ്ലസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ 5. ഓക്കെ. എന്നിട്ട് -1 മാറ്റി. ഓക്കെ. ഇനിയിപ്പോൾ വാല്യൂ ഇട്ട് കൊടുക്കുക. എം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 6 ഇൻറ്റു ക്യാപിറ്റൽ ടി എത്രയാ? 28/2 റൂട്ടിൻ്റെ അകത്ത് 1 പ്ലസ് സ്മോൾ ടി എത്രയാ? 16/28 പ്ലസ് 2 എന്നിട്ട് ഇൻറ്റു സൈൻ 20 സ്ക്വയർ. കാൽക്കുലേറ്ററിൽ അടിക്കുന്ന പോലെ തന്നെ ഇവിടെ നിങ്ങൾ വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബ്രാക്കറ്റ് ഇടാതെ പോവുകയോ അങ്ങനെയൊന്നും തെറ്റത്തില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ അടിക്കുക. നേരത്തെ അടിച്ചതുണ്ടല്ലോ. അപ്പോൾ ഞാനതിനെ ജസ്റ്റ് അപ്ഡേറ്റ് ഇതിൻ്റെ അകത്ത് പ്രസിഡൻ്റ് ഇതെല്ലാം ശരിയാണ്. ഇതിൻ്റെ അകത്ത് ഈ 16 എന്നുള്ളത് 28 ആവണം. മണ്ടയ്ക്ക് 16 ആവണം. അതുപോലെ ഇപ്പറയും 28 ആവണം. മണ്ടയ്ക്ക് 16 ആവണം. ഓക്കെ. എന്നിട്ട് ഇവിടെ 16 എന്നുള്ളത് 28 ആവണം. ഓക്കെ. അപ്പോൾ എല്ലാം ക്ലിയർ ആയില്ല. 6/28/2 റൂട്ട് 1 പ്ലസ് 16/28 ഇൻറ്റു 16/28 പ്ലസ് 2 ഇൻറ്റു സൈൻ 20 സ്ക്വയർ -1 അങ്ങനെ വരും. ബ്രാക്കറ്റ് എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. $33.134 എന്ന് പറഞ്ഞ് വരും. 33.134 mm എന്ന് പറഞ്ഞ് വരും. എന്തോന്ന്? അഡണ്ടം ഓഫ് വീല്. അപ്പോൾ അഡണ്ടം ഓഫ് പിനിയാണ് കിട്ടിയേ. അഡണ്ടം ഓഫ് വീല് കിട്ടിയേ. ഇനി ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എനിക്ക് വേണമെങ്കിൽ എന്തോന്ന് ഒറ്റ അടിക്ക് ആ വലിയ ഒരു ഇക്വേഷൻ ഇടാം. ഏതാ? മറ്റേ 6 എന്നിട്ട് പ്ലസ് റൂട്ട് പിന്നെ -r + r sin φ അങ്ങനെയുള്ള ഒറ്റ അടിക്ക് ഇടാം. പക്ഷേ ഇതിൻ്റെ അടുത്ത് കണ്ടോ? ഇതിൻ്റെ അകത്ത് നമ്മളോട് വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് എന്ന് പറയുന്നത് KPയും എയ്തർ സൈഡ് KPയും PL. അപ്പം നമ്മളിവിടെ ആ ഒറ്റ അടിക്കുള്ള ഇക്വേഷൻ ഇടുന്നതാണോ നല്ലത്, അതോ KPയും PLും കണ്ടുപിടിച്ചിട്ടിടുന്നതാണോ നല്ലത്? ഞാനിവിടെ KPയും PLും കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്ക് ആ KPയുടെ വാല്യൂ എടുത്ത് ഇതിൻ്റെ ഇങ്ങനെ ഇട്ടാൽ മതി, PLൻ്റെ വാല്യൂ എടുത്ത് ഇട്ടാൽ മതി. അപ്പം ഞാൻ ഈ ഒരു ഇത് എപ്പോഴും ഇങ്ങനെ KPയും PLും കൂടെ കണ്ടുപിടിച്ചിടുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കൂട്ടിയാൽ മതി. വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ KPയുടെ വാല്യൂ എടുത്ത് ഇട്ട് കൊടുക്കാം, PLൻ്റെ വാല്യൂ എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പം മിക്കപ്പോഴും അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. ഞാൻ കഴിഞ്ഞ കണക്കിന് ജസ്റ്റ് ആ ഒരു ഫുൾ ഇക്വേഷൻ ഇട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പം ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ബാക്കി എല്ലാ സാധനവും കണ്ടുപിടിക്കണ്ടേ? 6 അടണ്ടം അതെല്ലാം കണ്ടുപിടിക്കണ്ടേ? അടണ്ടമല്ല 6 ഇതും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ എടുത്തു? ഇതിനെ ഞാൻ വീലായിട്ട് എടുത്തു, ഇതിനെ ഞാൻ പിനിയനായിട്ട് എടുത്തു. ഓക്കെ. മോഡ്യൂൾ = D/T അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്തോന്നും അറിയത്തില്ലായിരുന്നു, T അറിയത്തില്ല. അപ്പം ക്യാപിറ്റൽ എമ്മും അറിയാം, മോഡ്യൂളും അറിയാം, ടിയും അറിയാം. അപ്പോൾ D = MT. എം എന്ന് പറയുന്നത് എത്ര? 6 ഇൻറ്റു ടി എത്രയാണ്? 28. അപ്പോൾ 28 × 6 ചെയ്യുമ്പോൾ എത്ര വരും? 168. 168 mm ആണ് എന്തോന്ന്? ഡയമീറ്റർ. ഇനിയിപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 168 / 2 നേരത്തെ 84. അപ്പോൾ 84 mm അത് കിട്ടി. ഇനിയിപ്പം RA = R + അടണ്ടം എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചായിരുന്നല്ലോ, അടണ്ടം. ഇപ്പോൾ വീലിൻ്റേത് അടണ്ടം എത്രയാണ്? 33.134. റേഡിയസ് നമുക്ക് അതിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പം എന്താണെന്ന് എഴുതാം? 84 + 33.134. ഇത്രേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ ഇക്വേഷൻ ഇട്ടുള്ള കളിയാണ്. 4 + 33.134 117.134 ആണ് എന്തോന്ന്? MM ആണ് എന്തോന്ന്? 6. ഇപ്പം എത്ര കണ്ടുപിടിച്ചു? ഇനിയിപ്പോൾ അടുത്ത പിനിയൻ. M = സ്മോൾ d/സ്മോൾ t അല്ലേ? അപ്പം D = മോഡ്യൂൾ × T അല്ലേ? അപ്പം മോഡ്യൂൾ ഇവിടെ എത്രയാണ്? 6. സ്മോൾ ടി എത്രയാണ്? 16. അപ്പോൾ 6 × 16 എത്രയാണ്? 6 × 16 എന്ന് പറയുന്നത് 96.
96. അതാണ് എന്തോന്ന് ഡി. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ റേഡിയസ് എത്ര വരും? 48 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 48 mm. എല്ലാത്തിനും യൂണിറ്റ് കൊടുത്തേക്കുക കണ്ടുപിടിക്കുന്നതിനെല്ലാം. അതും കിട്ടി. ഇനിയിപ്പം ആർ എ എന്ന് പറയുന്നത് ആർ പ്ലസ് അഡണ്ടം ആണെന്നുള്ള ഇക്വേഷൻ പഠിച്ചേ. അതിൻ്റെ അകത്ത് അഡണ്ടം എത്രയാണ്? അഡണ്ടം ഓഫ് പിന്നീട് എത്രയാണ്? 61.649. അപ്പോൾ ആർ എന്ന് പറയുന്നത് 48 പ്ലസ് 61.649. അപ്പോൾ എത്ര വരും? പ്ലസ് 61.649 ഈക്വൽ ടു 109.649 എന്ന് പറഞ്ഞ് വരും. എന്തോന്നാണ്? എം. ഇതാണ് എന്തോന്ന്? സ്മോൾ ആർ. അപ്പം അതും കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ എന്തോന്നാണ്? ഇനിയിപ്പം മറ്റേ ഇക്വേഷൻ ഏതാ? കെ പി കണ്ടുപിടിക്കുക. കെ പിയുടെ ഇക്വേഷൻ എന്നാ? റൂട്ട് ഓഫ് ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് ആർ സൈൻ ഫൈ എന്നുള്ള ഇക്വേഷൻ. അത് ചെയ്യുക. എന്നിട്ട് പി എൽ എന്ന് പറയുമ്പം ആർ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് ആർ സൈൻ ഫൈ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പം ഇത് രണ്ടെണ്ണം ചെയ്യാൻ നേരത്ത് എത്ര കിട്ടും? ഇതിനകത്ത് ആർ എ സ്ക്വയർ എത്രയാണ്? ആർ എ എന്ന് പറയുന്നത് 117.134 സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ 84 സ്ക്വയർ ഇൻറ്റു കോസ് ഫൈ എത്രയാണ്? ഫൈ എന്ന് പറഞ്ഞ് 20 സ്ക്വയർ. ഇതിൻ്റെ അകത്ത് വരും, റൂട്ടിൻ്റെ അകത്ത് വരും ഇത്രയും. മൈനസ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 84 സൈൻ 20 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ശരിയല്ലേ? ഇനിയിപ്പോൾ അടുത്തത് ഇത് ആർ എന്ന് പറയുന്നത് 109.649 സ്ക്വയർ മൈനസ് 48 സ്ക്വയർ കോസ് എത്ര? 20 സ്ക്വയർ. ഇത്ര എന്തോന്ന് വരും? ബ്രാക്കറ്റിൻ്റെ അകത്ത് വരും. മൈനസ് ആർ എത്രയാണ്? 48 എത്രയാണ്? സൈൻ 20. ഓക്കെ, അപ്പം ഇത് ചെയ്യാൻ നേരത്ത് കെ പി കിട്ടുമല്ലോ, ഇത് ചെയ്യാൻ നേരത്ത് പി എൽ കിട്ടുമല്ലോ. അപ്പം എത്ര കിട്ടും? റൂട്ട് അത് കിട്ടും 117.134 സ്ക്വയർ. എന്നിട്ട് സ്ക്വയർ മൈനസ് 84 സ്ക്വയർ സ്ക്വയർ ഇൻറ്റു കോസ് 20 സ്ക്വയർ ബ്രാക്കറ്റ്. എന്നിട്ട് മൈനസ് 84 സൈൻ 20 ബ്രാക്കറ്റ്. 84 ഇൻറ്റു സൈൻ 20 54 ഇൻറ്റു സൈൻ 20. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 62.457 എന്ന് പറഞ്ഞിട്ട് 62.457 mm. ഓക്കെ, അതാണ് എന്തോന്ന്? കെ പി. ഇനിയിപ്പോൾ അടുത്തത് 109.649 സ്ക്വയർ മൈനസ് 48 അല്ലേ? മറ്റേതിനെ തിരിച്ചിട്ടിരിക്കുക. എന്നിട്ട് കോസ് 20 സ്ക്വയർ മൈനസ് അടുത്ത 48 ഇൻറ്റു സൈൻ 20 ചെയ്യാൻ നേരത്തെ എത്ര വരും? 84 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ പി എൽ എനിക്ക് എത്ര കിട്ടി? പി എൽ ഇസ് ഈക്വൽ ടു 84.864 എന്ന് പറഞ്ഞ് വരും. 84.864 mm എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പം നമ്മളോട് ചോദ്യം എന്താണ്? എൽ പി സി എന്ന് പറയുന്നത് എന്തുവാ? ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്തോന്നാണ്? കെ എൽ ആണ്. കെ എൽ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? കെ പി പ്ലസ് പി എൽ ആണ്. അപ്പം ഇതും കൂടെ കൂട്ടിയാൽ പോരെ. അപ്പം 62.457 പ്ലസ് 84.864 ചെയ്യുമ്പോൾ എത്ര കിട്ടും? പ്ലസ് 62.457 ചെയ്യാൻ നേരത്ത് 147.32 കിട്ടും. ഇപ്പം നിങ്ങൾ മറ്റേ രീതിയിൽ ഇക്വേഷൻ വിട്ട് നിങ്ങൾ ഫുൾ ഇക്വേഷൻ ഇട്ട് ചെയ്താൽ ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്. എനിക്ക് കിട്ടിയ ഉത്തരം
147.321 mm. കണ്ടുപിടിക്കുന്നതെല്ലാം യൂണിറ്റ് എഴുതിക്കണം. MM എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അതാണ് എന്തോന്ന് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്. അപ്പം ഞാൻ അതും കണ്ടുപിടിച്ചു. ഇനിയിപ്പം അവരെന്താ ചോദിച്ചിരിക്കുന്നത്? വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് എന്തിൻ്റെ KP-യിലും PL-ലും. ഓക്കെ, VS എന്ന് പറയുന്നത് എന്തോന്നാണ്? VS എന്ന് പറയുന്നത് ω1 പ്ലസ് ω2 ഇൻറ്റു KP ആണെങ്കിൽ KP, PL ആണെങ്കിൽ PL. ഇപ്പോൾ അവർ രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ω1 പ്ലസ് ω2, ഇതിനകത്ത് ω1 നമുക്കറിയാമോ? ω1 വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ കാരണം N1 കിടപ്പുണ്ട്. അപ്പോൾ N1 വെച്ചിട്ട് ω1 കണ്ടുപിടിക്കാം. അപ്പം ω1 എന്ന് പറയുന്നത് 2πN1/60 ആണ് അല്ലേ? അപ്പോൾ 2πN1/60. അപ്പം ഇപ്പം 2 ഇൻറ്റു 50 ഇൻറ്റു N1 എത്രയാണ്? 240/60. ചെയ്യാനായിട്ട് എത്ര വരും? 25.13 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് എനിക്ക് എന്തോന്ന് കിട്ടി? ω1 കിട്ടി. ഇനിയിപ്പോൾ എനിക്ക് ω2 വേണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ എന്തോന്നാണ്? ഗിയർ റേഷ്യോ G = T/t അല്ലെങ്കിൽ ω1/ω2 അല്ലെങ്കിൽ N1/N2. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം മാത്രം എടുത്തു. നമുക്ക് ഗിയർ റേഷ്യോ അറിയാം. എത്രയാണ്? 1.75. 1.75 കാണാമോ? 1.75 ഗിയർ റേഷ്യോ എന്ന് പറയുന്ന സാധനം 1.75. അപ്പോൾ 1.75 = ω1 നമ്മൾ കണ്ടുപിടിച്ച് 25.13. ω2 ആണ് അറിയാത്തത്. അപ്പോൾ ω2 കണ്ടുപിടിക്കണം. അപ്പം ഇട്ടാ പോരെ? 1.75 = 25.13 താഴെ ആൽഫ എക്സ് എന്നിട്ട് ഷിഫ്റ്റ് സോൾവ് 0 എത്ര വരും? 14.36 എന്ന് പറഞ്ഞ് വരും. എത്രയാണ്? ω2 എന്ന് പറയുന്നത് 14.36. അപ്പോൾ ω2 എത്രയെന്ന് കിട്ടി? 14.36 എന്ന് പറഞ്ഞ് കിട്ടി. എന്തോന്നാണ്? റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ω1 കിട്ടി, കണ്ടുപിടിച്ചു 2πN1/60 വെച്ച്. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് ω2 കണ്ടുപിടിച്ചു. അപ്പോൾ ഇനിയിപ്പം ഡയറക്റ്റ് വാല്യൂ എടുത്തിട്ട് കൊടുത്താൽ പോരെ? ഓക്കെ, കാണാമോ? ω1 എന്ന് പറയുന്നത് എത്ര? 25.13 പ്ലസ് ω2 എത്ര? 14.36. ഓക്കെ, ഇൻറ്റു KP എത്രയാണ്? KP 62.457. ഇത് ചെയ്യാൻ നേരത്തെ എന്തോന്ന് കിട്ടും? പാത്ത് ഓഫ് അപ്രോച്ചിലെ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് കിട്ടും. ഓക്കെ, പാത്ത് ഓഫ് അപ്രോച്ചിലെ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് കിട്ടും. അതിനുശേഷം ഇത് ചെയ്തേക്കാം അല്ലേ? ഇങ്ങനെ അതുകൊണ്ട് മാത്രം പെൻഡിങ് കൊടുക്കണം. ബ്രാക്കറ്റ് ഇട്ടു. 25.13 പ്ലസ് 14.36 ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് ഇൻറ്റു ചെയ്ത് 62.457 ചെയ്തു. 2466.42 എന്ന് പറഞ്ഞ് കിട്ടും. ഒരു കാര്യം ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. എന്നതാ? ω1 ഓക്കെ, ω2 ഓക്കെ. കാരണം RPM വെച്ച് കണ്ടുപിടിച്ചാണ് ω1. അതിനൊന്നും സീനില്ല. ഈ KP നമ്മൾ എടുത്തത് MM-ലല്ലേ കിടക്കുന്നത്? അത് നമ്മൾ മീറ്ററിലേക്കാക്കിയല്ലേ എടുക്കേണ്ടത്. അപ്പം 62.457 mm ആണ്. അത് മീറ്ററിലേക്കാക്കണമെങ്കിൽ /1000 ചെയ്യണം. അപ്പം 1, 2, 3. അപ്പം 0.0624 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പം അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതപ്പോൾ എന്താ എടുക്കേണ്ടത്? 0.0624. അതാ ഓർത്തത്. എന്താ 2000 വെലോസിറ്റി കാണിക്കുന്നത്. അപ്പം എന്തോന്ന് ചെയ്യണം? ഇവിടെ ഈ പോയിന്റ് ഇവിടെ ഇട്ടത് 0.0 എന്നുള്ള രീതിയിൽ അടിച്ചു കൊടുക്കുക. സീക്വന്റ് വരുന്ന ഇതാണ് വെലോസിറ്റി. 2.46 m/s ആണ് എന്തോന്ന്? പാത്ത് ഓഫ് അപ്രോച്ചിലെ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ്. ഇനി പാത്ത് ഓഫ് റിസസിലെ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് എന്ന് പറയുന്നത് എത്ര? ω1 പ്ലസ് ω2. KP ആണോ PL ആണോ? PL. ഓക്കെ, പാത്ത് ഓഫ് റിസസിലെ PL എന്ന് പറയുമ്പോൾ എത്ര വരും? 25.13 പ്ലസ് 14.36. PL എന്ന് പറയുന്നത് എത്രയാണ്? ഇൻറ്റു PL എത്രയാണ്?
84.864 mm ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നിടത്ത് 0.08464 എന്ന് പറഞ്ഞ് വരും. 0.0848 എന്ന് പറഞ്ഞാൽ എടുത്തു. ഓക്കെ, അപ്പോൾ എത്ര വരും? 848 3.34 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. മോഡ്യൂൾ 3ൻ്റെ അകത്ത് ഗിയറും ഉണ്ട്, ഗിയർ ട്രെയിനും ഉണ്ട്. ഈ രണ്ടെണ്ണം നമ്മൾ പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു മോഡ്യൂൾ സ്കോർ ചെയ്യാനും പറ്റും. അപ്പം ഗിയർ എന്ന് പറഞ്ഞ സംഭവത്തിൽ ചോദിക്കുന്നത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ചോദ്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ആ ഇക്വേഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിച്ച് എഴുതുക. സംഭവം ഉത്തരങ്ങളെല്ലാം കിട്ടും. ഇനിയിപ്പോൾ അടുത്ത ഗിയർ ട്രെയിൻ, അത് നമുക്ക് നോക്കാം. മോഡ്യൂൾ 3ൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഗിയറും ഉണ്ട്, ഗിയർ ട്രെയിനും ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ ഒന്ന് മുറുക്കി പിടിച്ചാൽ തന്നെ നമുക്കത് മോഡ്യൂൾ 3 സെറ്റാക്കാൻ പറ്റും. അതിനകത്ത് ഗിയറിൻ്റെ സംഭവം പറഞ്ഞു, ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിക്കുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ 2 ഡെമോ ക്വസ്റ്റ്യനും കൂടെ തന്നു. ഇപ്പോൾ ഗിയറിൻ്റെ അകത്ത് തന്നെ സെറ്റ് 1 ഇക്വേഷനുണ്ട്, സെറ്റ് 2 ഇക്വേഷനുണ്ട്. സെറ്റ് 1 ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ LAC, LPC, കോൺടാക്ട് റേഷ്യോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ അതല്ലാതെ സെറ്റ് 2 എന്ന് പറഞ്ഞാൽ ഇൻ്റർഫറൻസ് വരുമ്പോൾ ഉള്ളത്. അപ്പം ടീത്തിൻ്റെ ഇൻ്റർഫറൻസ് ഇല്ലെങ്കിൽ എത്ര വരണമെന്നുള്ളത് കണ്ടുപിടിക്കുന്നു ഗിയർ റേഷ്യോ വെച്ചിട്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി, അപ്പം അതാണ് ഇത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഗിയർ ട്രെയിൻ എന്ന് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഗിയർ ട്രെയിൻ. ഓക്കെ, ഗിയർ ട്രെയിൻ എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? സിമ്പിൾ ഗിയർ ട്രെയിൻ ഉണ്ട്, രണ്ടാമത്തത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ഉണ്ട്, പിന്നെ മൂന്നാമത്തത് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഉണ്ട്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. പിന്നെ അടുത്ത നാലാമത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഇത് 3 എണ്ണം കൂടെ ചുറ്റി അടിക്കുന്ന സാധനം പോലെ ആയിരിക്കും നമുക്കിത് തോന്നുന്നത് കേട്ടോ. ഇത് 3 എണ്ണം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പോലെ നമുക്ക് തോന്നും. ശരി, സിമ്പിൾ ഗിയർ ട്രെയിൻ ഉണ്ട്, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ഉണ്ട്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഉണ്ട്, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ഉണ്ട്. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഗിയർ ട്രെയിൻ ആണ്. അതായത് എങ്ങനെ ഇരിക്കും? അതിൻ്റെ സൈഡ് വ്യൂവും ഞാൻ വരയ്ക്കാം, ടോപ്പ് വ്യൂവും ഞാൻ വരയ്ക്കാം. സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതൊരു ഷാഫ്റ്റിൽ ഒരു ഗിയർ, അടുത്തൊരു ഷാഫ്റ്റ് അപ്പുറമായിട്ടിരിക്കുന്നു, അതൊരു ഗിയർ. അപ്പോൾ ഈ ഗിയറും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് ഒരെണ്ണം കൂടെ അങ്ങനെ എനിക്കാണെങ്കിൽ വരച്ച് പോവാം. ഓക്കെ, വരച്ച് വേണമെങ്കിൽ പോവാം, ഇങ്ങനെ പോവാം. അതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ. അപ്പം നമ്മൾ ഗിയർ പഠിക്കാൻ നേരത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം 2 എണ്ണം ഇങ്ങനെ ഇരിക്കുക, ഒരെണ്ണം ഇങ്ങോട്ട് കറങ്ങുവാണ്, അതായത് ഒരെണ്ണം ക്ലോക്ക് വൈസ് കറങ്ങുവാണ്. അപ്പം ഇതിങ്ങനെ മുട്ടിയിരിക്കാൻ നേരത്തെ ഇത് ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഇത് എന്തോന്നാവും? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ പഠിക്കണം. ഇത് ക്ലോക്ക് വൈസ് കറങ്ങുവാണെങ്കിൽ, ഇതിപ്പോൾ സപ്പോസ് മുട്ടിയിരിക്കുവാണെങ്കിൽ ഇത് എന്തോന്ന് പറ്റും? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. കറങ്ങുവാണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ഓക്കെ, ക്ലോക്ക് വൈസ് ആണ് ഇതിൻ്റെ കറക്കുമെങ്കിൽ ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഇത് കറങ്ങും. ഇതൊരു ഐഡിയ. പിന്നെ ഇത് എങ്ങനെയാണ്? രണ്ടിൻ്റെയും പല്ല് പുറത്താണെങ്കിലാണ് അതങ്ങനെ. ഓക്കെ, രണ്ടിൻ്റെയും പല്ല് പുറത്താണെങ്കിൽ അത് ഈ ഒരു രീതിയിൽ ആവും. ഇനി ഒരെണ്ണത്തിൻ്റെ പല്ല് പുറത്തും ഒരെണ്ണത്തിൻ്റെ പല്ല് അകത്തുമാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു സംഭവമായിരിക്കും വെച്ചോ, ഇതൊരു ഗിയർ, 2 ഗിയർ ഇങ്ങനെ ഇരിക്കുക. ഗിയറിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ടീത്താണിത്, ഇത് എക്സ്റ്റേണൽ ടീത്ത്. ഇതിൻ്റെ ഇവിടെയായിട്ടാണ് ടീത്ത് വന്നിരിക്കുന്നത്. ഇമാജിൻ ചെയ്യുക, ഇതിൻ്റെ ടീത്ത് പുറത്തായിട്ട് വന്നിരിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു വലിയൊരു ടീത്താണ്, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് കറങ്ങുമ്പം ഇതിൻ്റെ അകത്താണ് ഇൻറ്റേർണൽ ടീത്ത്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് കറങ്ങുമ്പം ഇത് എങ്ങോട്ട് കറങ്ങും? ഇതിങ്ങനെ കറങ്ങുമോ? ഇതും ഇങ്ങനെ കറങ്ങുമോ? ഇതും ഇങ്ങനെ തന്നെ കറങ്ങും. കാരണം എക്സ്റ്റേണൽ ടീത്തും ഇൻറ്റേർണൽ ടീത്തും മെഷ് ആക്കുവാണെങ്കിൽ ഈ ഗിയർ ഏത് ഡയറക്ഷനിൽ കറങ്ങുന്നോ ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഇൻറ്റേർണൽ ടീത്തുള്ള ഇതും കറങ്ങുന്നത്. ശരിയല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് കറക്കുവാണെങ്കിൽ ഇതും ഇങ്ങനെയല്ലേ കറങ്ങത്തുള്ളൂ. ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ ഇൻറ്റേർണൽ ടീത്ത് ഇങ്ങനെയല്ലേ കറങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ്. ഇപ്പോൾ ഒരു ഗിയർ ഉണ്ട്, ഇനി ഒരു ഗിയർ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇതൊരു ഗിയർ, ഈ ഗിയർ ഇതിങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ മുട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ മുട്ടുന്നുണ്ട്. ഇതിൻ്റെ ഗിയർ എക്സ്റ്റേണൽ ഗിയർ ആണ്, ഇതിൻ്റെ ഇന്നേർണൽ ഗിയർ ആണ്. അപ്പോൾ ഇതിപ്പോൾ ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഇതെങ്ങനെ കറങ്ങും? ഇതും ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങും. അപ്പം 2 എക്സ്റ്റേണൽ ഗിയർ ആണെങ്കിൽ എന്തോന്നാണ്?
ഓപ്പോസിറ്റ് ആണ്. രണ്ട് എക്സ്റ്റേണൽ ഗിയർ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആണ്. ഇപ്പം ഒരു ഗിയറിന്റെ അകത്ത് കിടന്നാണ് ഇന്നൊരെണ്ണം കറങ്ങുന്നത്. ഇതിനെ വന്നിട്ട് എക്സ്റ്റേണലും ഇതിനെ വന്നിട്ട് ഇന്റേണൽ ഗിയറും ആണെങ്കിൽ ഇതെങ്ങനെയാണ്? സെയിം ഡയറക്ഷനിൽ തന്നെയാണ് കറങ്ങുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇതും ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങി. കാരണം എന്താണ്? ഇത് എക്സ്റ്റേണൽ ടീത്തും ഇത് ഇന്റേണൽ ടീത്തും. ഇവിടെയോ? ഇവിടെ ഇതും എക്സ്റ്റേണൽ. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയാ? ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ശരി, ഇനിയിപ്പോൾ സിമ്പിൾ ഗിയർ ട്രെയിനിലേക്ക് വരാം. അപ്പം ഇതിപ്പം ഇവിടെ നിന്ന് ഞാനിപ്പം ഈ ഒരു ഗിയറിനെ ക്ലോക്ക് വൈസിൽ കറക്കി. ഇതിപ്പം മെഷിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഇത് ഞാനിപ്പോൾ ക്ലോക്ക് വൈസ് കറക്കി. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങും അല്ലേ? ഇപ്പം ഇതിപ്പം ക്ലോക്ക് വൈസിൽ കറക്കിയപ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെ ഒരു ഗിയറും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് കറങ്ങുമ്പോൾ ഇത് തിരിച്ചിങ്ങോട്ട് കറങ്ങും, ക്ലോക്ക് വൈസിൽ കറങ്ങും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിലോ, ഇവിടെ ഒരു ഗിയറും കൂടെ ഇപ്പോൾ ഇങ്ങനെ ഞാൻ കയറ്റി വെച്ചു. അപ്പം ഇതപ്പോൾ എങ്ങോട്ട് കറങ്ങും? ഇത് ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷൻ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് സിമ്പിൾ ഗിയർ ട്രെയിനിൻ്റെ ഒരു ഐഡിയ. സിമ്പിൾ ഗിയറിനാണെങ്കിൽ ഇങ്ങനെ ഒരു ഗിയർ ഇങ്ങോട്ട് കറങ്ങി ഇനി ഒരു ഗിയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങും. ഇത് ഏത് ഡയറക്ഷനാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് ഏത് ഡയറക്ഷനാണ് അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ. ഇത് സൈഡ് വ്യൂ. ഇനിയിപ്പോൾ ഇതിന് ഞാൻ ടോപ്പ് വ്യൂ ഒന്ന് വരച്ച് നോക്കാം. ടോപ്പ് വ്യൂ എന്ന് പറയുന്ന നേരത്തെ ഇതൊരു ഷാഫ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു ഗിയർ. എന്നിട്ട് അടുത്ത ഗിയർ ഇങ്ങനെ വരും, അത് ഈ ഷാഫ്റ്റിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇത് അടുത്ത ഗിയർ. അതിനുശേഷം ഓക്കെ, ഇതിവിടെയാണ് മെഷിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, പുരിഞ്ഞതാ? ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ. കാണാമോ? ഇതാണ് അതിന്റെ ടോപ്പ് വ്യൂ. ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിലോ? കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് വെച്ചാൽ അതിന്റെ സൈഡ് വ്യൂ വരയ്ക്കാം. പേന കൊണ്ട് ഈ പേന കൊണ്ട് വരയ്ക്കാണ്. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിൽ ഒരു ഗിയർ ഉണ്ട്. ഇതാണ് അതിന്റെ ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിൽ തന്നെ വേറെ ഒരു ഗിയറും കൂടെ ഉണ്ട്. മനസ്സിലായോ? ഇപ്പം ഒരു ഷാഫ്റ്റിൽ ഇവിടെ ഒരു ഗിയറേ ഉണ്ടായിരുന്നുള്ളൂ സിമ്പിളിൻ്റെ അകത്ത്. ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയറേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു ഷാഫ്റ്റിൽ 2 ഗിയർ വരും. അപ്പം ഈ ഗിയർ കറങ്ങുന്ന സ്പീഡിൽ തന്നെയായിരിക്കും ഇതും കറങ്ങുന്നത്. കാരണം എന്താണ്? ഇത് ഒറ്റ ഷാഫ്റ്റിലായിരിക്കുന്നത്. ഇവിടെ ഒരു ഗിയർ കയറ്റി വെച്ചാലും ഇവിടെ ഒരു ഗിയർ കയറ്റി വെച്ചാലും ഈ ഷാഫ്റ്റ് ഏത് സ്പീഡിൽ കറങ്ങുന്നോ ആ സ്പീഡിലല്ലേ ഇതും കറങ്ങത്തുള്ളൂ. കാരണം ഇത് രണ്ടും ഒരു ഷാഫ്റ്റിലല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ അതിനിപ്പോൾ ടോപ്പ് വ്യൂ വരച്ചാലോ? പിന്നെ ടോപ്പ് വ്യൂ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരും. ഇതൊരു വലിയ ഗിയർ, ഇതൊരു ചെറിയ ഗിയർ. ഒരു ഷാഫ്റ്റിൽ തന്നെ 2 ഗിയർ. മനസ്സിലായോ? എ ഷാഫ്റ്റ് ക്യാരിയിങ് മോർ ദാൻ 1 ഗിയർ ഇസ് കോൾഡ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. അതൊക്കെ എടുക്കും. ശരി, ഇനിയിപ്പം റിവർട്ടഡ് ഗിയർ ട്രെയിൻ. റിവർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പം ഇതിപ്പം ഒരു ഷാഫ്റ്റ് ഇതിവിടെ ഒരു ഗിയർ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഇത് വേറെ ഒരു ഗിയർ ഇതിങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, എന്നിട്ട് വല്ലതും മനസ്സിലായോ? ഇതൊരു ഷാഫ്റ്റ്, ഇതൊരു വേറൊരു ഷാഫ്റ്റ്. ഇത് വന്നിട്ട് ഇതിൽ മെഷിലിരിക്കുക. അതേപോലെ തന്നെ ഇതൊരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, ഇവിടെ വരച്ചതുപോലെ തന്നെ ഗിയർ ട്രെയിൻ, അത് വേറൊരു ഷാഫ്റ്റിൽ മെഷിലിരിക്കുക. ഓക്കെ, അത്ര മനസ്സിലായോ? അപ്പം ഇത് എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഷാഫ്റ്റിൻ്റെ ആക്സസിന് നേരെ ഇത് പോകുന്നത്, അതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. അതായത് ഇവിടെ നിന്ന് ഇത് ഇതിലേക്ക് ഈ ഷാഫ്റ്റിൽ നിന്ന് ഈ ഷാഫ്റ്റിലേക്ക് ഇത് ഗിയർ മെഷിൽ ഇരിക്കുന്നു. എന്നിട്ട് ഈ ഷാഫ്റ്റിൻ്റെ ഈ ഗിയറിൽ നിന്ന് അത് ഇപ്പോൾ വേറൊരു ഷാഫ്റ്റിലേക്ക് ഇതിൻ്റെ മെഷ് വരുന്നുണ്ട്. അപ്പം ഈ ഷാഫ്റ്റും ഏതാണ്ട് ഒരേ ആക്സിസിൽ കൂടെയാണ് പോകുന്നത്. ഒരേ ഷാഫ്റ്റ് അല്ല, ഒരേ ആക്സിസ് ആണ്. അത് കാണാൻ നേരത്തെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതായത് ഇതിൻ്റെ ഇത് വരയ്ക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഒരു സാധനം, എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം,
2 ഗിയർ. എന്നിട്ട് ഇതാണ് അതിൻ്റെ ഷാഫ്റ്റിൻ്റെ നടുക്ക്. എന്നിട്ട് ഇത് വേറെ ഒരു ഷാഫ്റ്റിൽ ഇതിങ്ങനെ എന്താണ് ഇതിങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അതായത് ഈ ഷാഫ്റ്റ് ഇത്രയും വലുതാണ്, ഈ ഷാഫ്റ്റ് ഇത്രയും വലുത്. എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ചെറിയ ഇത്. ഓക്കെ, ഇത് രണ്ടും വേറെ വേറെ ഷാഫ്റ്റാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു ഷാഫ്റ്റ്, ഇത് വേറൊരു ഷാഫ്റ്റ്. പക്ഷേ ഇത് രണ്ടും ഒരേ ആക്സിസിൽ കൂടെ പാസ്സാവുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി. ഇനിയിപ്പം എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഗിയർ. ഓക്കെ, ഇത് വേറെ ഒരു ഗിയർ. അപ്പോൾ ഈ 2 ഗിയറിൻ്റെയും ഇത് വന്നിട്ട് എന്തോ ചെയ്യും, ഒരു ആമ് വെച്ച് അറ്റാച്ച് ചെയ്യും. ആമ് വെച്ച് അറ്റാച്ച് ചെയ്യും. ഇങ്ങനത്തെ സംഭവമാണ് എന്തോന്ന് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഓക്കെ, അതായത് ഇത് ക്ലോക്ക് വൈസ് കറങ്ങാൻ നേരത്ത് ഈ സംഭവം എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ഇനിയിപ്പോൾ ആമിനൊരു റൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതും ഒരു ഡയറക്ഷനിലേക്ക് കറങ്ങും. അപ്പം അത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇതാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ആമ് വരും അതിനകത്ത്. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു ഷാഫ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഗിയർ വരുന്നതിനാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരേ ഷാഫ്റ്റിൻ്റെ ആ ആക്സിസ് ഇല്ലേ, ആക്സിസിൽ തന്നെ അക്കരെ ഇക്കരെ ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇത് തമ്മിൽ കണക്ഷൻ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒരേ ഡയറക്ഷൻ അല്ല, ഒരേ ആക്സിസിൽ കൂടെ അതിങ്ങനെ കാണും. അതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. ഓക്കെ, പിന്നെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ഇതെന്ന് പറയുന്നത് ഒരു ആമ വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പം നമുക്ക് ചോദ്യം വരുവാണെങ്കിൽ ഗിയർ ട്രെയിനിൻ്റെ ഇപ്പോൾ ഗിയറിന് ഞാൻ പറഞ്ഞില്ല, ആ ഇക്വേഷൻ പഠിക്കുക, അത് ചെയ്യുക. അപ്പം ഗിയറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ചോദിക്കുന്ന ഈ സാധനമാണ് എന്തോന്ന് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതിപ്പം ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ആ ലോജിക്ക് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു 3-4 ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോന്നാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഈ ഗിയർ ട്രെയിനിൻ്റെ അകത്ത് ഞാൻ സബ്ക്വസ്റ്റ്യനായിട്ട് ഇടാൻ പോകുന്നത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഡെമോസാണ് ഇടാൻ പോകുന്നത്. അപ്പം അത് കൂടാതെ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വർക്കൗട്ട് ചെയ്യും. ആ ഇതിൻ്റെ അകത്ത് മോഡ്യൂൾ 3 അറ്റൻഡ് ചെയ്തിരിക്കുന്ന മൊത്തം കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പം ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിൽ ഇതിന്റെ സ്പീഡ് തന്നെ ആയിരിക്കും ഇതിന്റെ സ്പീഡും. ഓക്കെ, ഇതിന്റെ സ്പീഡ് ഇപ്പോൾ N1 ആണെങ്കിൽ ഇതിന്റെ സ്പീഡ് എന്തോന്നാണ് N1 തന്നെയാണ്. അല്ലാതെ ഇതിനെ N2 എന്ന് പറഞ്ഞ് എടുക്കരുത്. N1 ആൻഡ് N1 is equal to N2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതും സെയിം സ്പീഡാണ്. അപ്പോൾ അതിന് വേറൊരു സ്പീഡെന്ന് പറഞ്ഞ് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. മിക്കപ്പോഴും നമുക്ക് ഗിയർ ട്രെയിൻ എൻ്റെ അകത്തുനിന്ന് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ് ചോദിക്കുന്നത്. അപ്പം അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കുറച്ച് കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ 2 ഗിയർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇതിപ്പം എക്സ്റ്റേണൽ ഗിയേഴ്സ് ഉള്ളതാണെങ്കിൽ ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതൊരു ഐഡിയ. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഗിയർ ഉള്ളതാണെങ്കിൽ, അതായത് ഒരു ഗിയർ ഉണ്ട്, അതിൻ്റെ അകത്തിന് ഒരു ഗിയർ ഉണ്ട്. അപ്പം ഈ ഗിയറിന് എക്സ്റ്റേണൽ ഗിയറും ഈ പുറത്തിരിക്കുന്ന ഗിയറിന് ഇൻറ്റേർണൽ ഗിയറും ആണെങ്കിൽ അത് ഇങ്ങനെ ഇത് ഇപ്പോൾ ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഇതും ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങും. ഇതിപ്പോൾ എക്സ്റ്റേണൽ ഗിയർ അല്ല, അപ്പോൾ ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. അപ്പോൾ ഈ 2 ഐഡിയ മൈൻഡിൽ വെച്ചിരിക്കുക. ഓക്കെ, ശരി. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പം ഇതിപ്പോൾ ഒരു ഗിയർ, ഗിയർ എ, ഇത് ഗിയർ ബി. അപ്പം ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്തിനെ നമ്മൾ എങ്ങനെ വിളിക്കും? TA എന്ന് വിളിക്കും. ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്തിനെ എങ്ങനെ വിളിക്കും? TB എന്ന് വിളിക്കും. ഓക്കെ, ഇതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ അതായത് NA എന്ന് വിളിക്കും. ഇതിനെന്തോന്ന് വിളിക്കും? NB എന്ന് വിളിക്കും. ഇതിൻ്റെ ഡയമീറ്റർ എന്തോന്ന് വിളിക്കും? DA എന്ന് വിളിക്കും. ഇതിനെന്തോന്ന് വിളിക്കും? DB എന്ന് പറഞ്ഞ് വിളിക്കും. ശരിയല്ലേ? ഇതിനിപ്പോൾ നമ്മൾ ഗിയർ A എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ, ഇതിനെ ഗിയർ B എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ TA എന്ന് പറയും നമ്പർ ഓഫ് ടീത്തിനെ, NA എന്ന് പറയും എന്തിനെ? സ്പീഡിനെ, DA എന്ന് പറയും എന്തിനെ? ഡയമീറ്ററിനെ.
ഇപ്പം ഇതിൻ്റെ ആണെങ്കിൽ ബി വെച്ച് നമ്മൾ പറയും. ഓക്കെ. എന്നിട്ട് ഈ സംഭവം കണ്ടോ, ഈ ടിയും എന്നും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൽ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ഈ ഗിയറിൻ്റെ അകത്ത് എന്തോന്നുണ്ട്, ഇപ്പം നമുക്കിപ്പം ഇങ്ങനെയാണ് ഇതിനെ എഴുതുന്നത്. ഇതിപ്പോൾ ഗിയർ ബി എ, ഇത് ഗിയർ എ. അപ്പോൾ ഇത് എഴുതുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇതിപ്പോൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും എന്ന് വെച്ചാൽ എൻ എ ബൈ എൻ ബി ഇസ് ഈക്വൽ ടു ടി ബി ബൈ ടി എ. ഇപ്പം എന്ന് ഒരു സൈഡിലാണ് എഴുതുന്നത്, ടി ഇനി ഒരു സൈഡിലാണ് എഴുതുന്നത്. അതിൻ്റെ അകത്ത് എന്ന് ഇപ്പം മണ്ടയ്ക്ക് അത് എ എഴുതുവാണെങ്കിൽ മിച്ചമുള്ളത് എന്തോന്നാണ് ബി, അതിന് നമ്മൾ താഴെ എഴുതും എൻ എ ബൈ എൻ ബി. ഇനിയിപ്പോൾ എൻ എ ബൈ എൻ ബി എന്നാണ് എഴുതുന്നതെങ്കിൽ ഇസ് ഈക്വൽ ടു ഈ ടി എന്ന് പറയുന്നത് തൊട്ട് താഴത്തതാണ് മണ്ടയ്ക്ക് വരുന്നത്, ബി ആണ് മണ്ടയ്ക്കോട്ട് വരുന്നത്, എ ആണ് താഴെ വരുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ. ഇപ്പം വേറെ 2 ഗിയർ എടുത്തു. ഇതിനെ ഗിയർ 1, ഇതിന് ഗിയർ 2 എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ഇതിനെ എങ്ങനെ ഈ രീതിയിൽ എഴുതാം, N2 by N1 ഇസ് ഈക്വൽ ടു T2 ആണോ 1 ആണോ, T1 by T2. എപ്പോഴും ഈ ഒരു നമ്പർ, ഈ ഒരു സംഭവം ക്രോസിൽ വരും എന്നുള്ളത് മൈൻഡിൽ വെച്ചിരിക്കുക. നമുക്ക് ഏതാണോ വേണ്ടത് അതിപ്പോൾ എടുക്കുക. ഇപ്പോൾ ഇതിനിപ്പോൾ ഞാനിപ്പം N1 എന്ന് പറഞ്ഞാണ് എനിക്കിപ്പോൾ എടുക്കേണ്ടതെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കാം, N1 by N2. N1 എടുത്തു, മിച്ചമുള്ളത് N2. അപ്പോൾ N2 ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ടി എങ്ങനെ വരും, T2 by T1. ഇത് ക്രോസിൽ. ഇനി ഇതിൻ്റെ കേസിൽ തന്നെ എനിക്കിപ്പം എൻ ബി ബൈ എടുക്കണ്ടെങ്കിലോ, എൻ ബി എന്ന് പറഞ്ഞെടുത്തു, എൻ ബി ബൈ മിച്ചമുള്ളത് എന്തോന്നാണ് എൻ എ ഇസ് ഈക്വൽ ടു ടി എ ആണോ ബി ആണോ, ടി എ ബൈ ടി ബി. ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനെ പറയാം. അതായത് ഇപ്പോൾ ഈ ഗിയർ കറങ്ങുമ്പോൾ ഇനിയൊരു ഗിയർ അതിന് മെഷിലാണല്ലോ, റൊട്ടേറ്റ് ആവില്ല. അപ്പം ഇതിൻ്റെ ഇപ്പം നമുക്ക് എന്തോന്ന് തന്നിരിക്കും, ഇതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിരിക്കും, ഇതിൻ്റെ ടീത്ത് തന്നിരിക്കും, ഇതിൻ്റെയും ടീത്ത് തന്നിരിക്കും. പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിരിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അതായത് ഇപ്പോൾ 2 ഗിയർ ഉണ്ട്. ഇതിനെ എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടുണ്ട്, ഇതൊരു 30. ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടുണ്ട് എത്രയാ, ഇതൊരു 40. ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാ, ഒരു 100. ഇതിൻ്റെ സ്പീഡ് തന്നിട്ടില്ല. അപ്പം ഇത് മെഷിലാണ്, ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും, ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും അല്ലേ. അതെ. അപ്പം ഇതിൻ്റെ സ്പീഡ് 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 100 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ ബിയുടെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും, അപ്പം നമുക്ക് ഇതിനകത്ത് എന്തോന്നാണ് വേണ്ടത്, ബിൻ്റെ സ്പീഡാണ് വേണ്ടത്. സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് എൻ. അപ്പം എൻ ഓഫ് എന്താണ് വേണ്ടത്, ബി ആണ് വേണ്ടത്. അപ്പം എൻ ഓഫ് ബി വേണമെങ്കിൽ എൻ ഓഫ് ബി എഴുതി, അപ്പം മിച്ചമുള്ളത് അപ്പുറം കിടക്കുന്നത് എൻ ഓഫ് എ എഴുതുക. അത് ഞാൻ അപ്പോഴേ പറഞ്ഞു തന്നേനെ ഞാൻ ഈ ഒരു രീതിയിൽ കൊണ്ടുവരിക. ഓക്കെ. ഇസ് ഈക്വൽ ടു ഇവിടെ ടി ബി ആണോ ടി എ ആണോ, ടി എ ബൈ ടി ബി. ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തോന്നറിയാം, ടി എ അറിയാം, ഇവിടെ കിടപ്പുണ്ട്. ടി ബി അറിയാം, ഇവിടെ കിടപ്പുണ്ട്. എൻ എയും അറിയാം. അപ്പം ഈ എൻ എനെ ഇപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ ബി ഇസ് ഈക്വൽ ടു ടി എ ബൈ ടി ബി. എൻ ബി ഇസ് ഈക്വൽ ടി എ ബൈ ടി ബി ഇൻറ്റു ഇതിന് ഇപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് എൻ എ. അപ്പോൾ എത്ര വരും, 30/40 ഇൻറ്റു 100 എന്ന് പറഞ്ഞ് വരും. ചെയ്യാൻ നേരത്തെ എന്തോന്ന് കിട്ടും, ഗിയർ ബിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ കിട്ടുന്നത് RPM-ത്തിലായിരിക്കും. ഓക്കെ. ഇനിയിപ്പോൾ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഡയറക്ഷൻ കൊടുക്കാൻ നേരത്ത് നമ്മൾ സാധാരണ പടം വരയ്ക്കാൻ നേരത്തെ എന്തോന്ന് എഴുതും, സ്കെയിൽ എന്ന് പറഞ്ഞ് എഴുതും. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ ഇത്രയാന്ന് പറഞ്ഞ് എഴുതും. അതുപോലെ ഞാൻ ഇവിടെ എഴുതുക, കൗണ്ടർ ക്ലോക്ക് വൈസിനെ ഞാൻ മൈനസ് ആയിട്ട് എടുക്കുന്നു, ക്ലോക്ക് വൈസിനെ ഞാൻ പ്ലസ് ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അത് എഴുതണം. സ്കെയിൽ പോലെ മാറ്റി എഴുതണം. ഓക്കെ. കൗണ്ടർ ക്ലോക്ക് വൈസിനെ മൈനസ് ആയിട്ട് എടുക്കുന്നു, ക്ലോക്ക് വൈസിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ ഇതിപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെ. അപ്പോൾ കിട്ടുന്ന ഉത്തരം ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തോന്ന് പറഞ്ഞ് എഴുതണം, ഇന്ന് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ്, മൈനസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. മൈനസ് എത്രയാണോ ഉത്തരം അത്.
ഇപ്പം 30/40 = 0.75 × 100 എന്ന് പറയുമ്പം 75 RPM എന്ന് പറഞ്ഞു വരും. അത് -75 ആണ്. ഓക്കെ, NB എന്ന് പറയുന്നത് -75 ആണ്. അതിനർത്ഥം എന്താ? 75 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഡയറക്ഷൻ എന്താ? കൗണ്ടർ ക്ലോക്ക് വൈസ്. അത് നമ്മളിവിടെ കൊടുത്തു. അതാണ് സംഭവം. ഓക്കെ, ശരി, ഇതാണ് അതിൻ്റെ ഒരു ബേസിക്. ഇനിയിപ്പം ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിന് ഞാൻ പറയാം. അതിനൊരു ആമൊക്കെ കാണും. ഓക്കെ, അപ്പം ഇതിപ്പം ഇത് ഗിയറിൻ്റെ സെൻറ്റർ, ഇത് എ എന്ന് പറഞ്ഞ ഗിയർ, ഇത് ബി എന്ന് പറഞ്ഞ ഗിയർ, ഇത് എഫ് എന്ന് പറയുന്ന ആം. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും തന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തോന്ന് പറയും? നമ്പർ ഓഫ് ടീത്ത് ഓഫ് എ എന്ന് പറയുന്നത് ഒരു 50 ആണ്. നമ്പർ ഓഫ് ടീത്ത് ഓഫ് ബി എന്ന് പറയുന്നത് ഒരു 25 ആണ്. സ്പീഡ് ഓഫ് റൊട്ടേഷൻ, ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് വേണ്ട, നമ്പർ ടീത്ത് തന്നു, ഇത് ഇത്രയും തന്നു, ഇത് ഇത്രയും തന്നു. ഇനിയിപ്പോൾ നമ്മളോട് അവർ ചോദ്യം ചോദിക്കും, ഇഫ് എ റൊട്ടേറ്റ്സ് ഇൻ 150 RPM, എ എന്ന് പറയുന്നത് 150 RPM റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ, ഏത് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ, വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ഗിയർ ബി എന്ന് പറഞ്ഞ് ചോദിക്കും. എ ഫുൾ സ്പീഡിൽ കറങ്ങുക, അതായത് ക്ലോക്ക് വൈസിൽ 150 RPM കറങ്ങുക. ബി എന്ന് പറയുന്ന സാധനം, അപ്പം അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ ആം എന്ന് പറഞ്ഞ സാധനം ഫിക്സഡ്. ഇപ്പം ആം ഫിക്സഡ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. ആം ഫിക്സഡ് ആക്കി വെച്ചോണ്ട് എ വന്നിട്ട് ഒരു 150 RPM കറങ്ങുവാണെങ്കിൽ ഗിയർ ബീൻ്റെ ഇത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇനിയിപ്പം ആം ഒരു 200 RPM കറങ്ങി, എ ഫിക്സഡ് ആണ്. അപ്പൊ ബിന്റെ എ ഫിക്സഡ് ആണ്, അപ്പൊ ബി എത്ര എന്ന് പറഞ്ഞ് ചോദിക്കും. ബി കറങ്ങുവോ, അതിന്റെ ഡയറക്ഷൻ എത്രയാ എന്ന് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണെങ്കിൽ നമ്മൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് എഴുതുക. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബോക്സ് വരയ്ക്കുന്നു. ഒരു ബോക്സ്, ആ ബോക്സിൻ്റെ അകത്ത് ഇതൊക്കെയാണ് വേണ്ടത്. ആദ്യം സ്റ്റെപ്പ് നമ്പർ എന്ന് പറഞ്ഞ് വേണം. എന്നിട്ട് കണ്ടീഷൻ ഓഫ് മോഷൻ അത് വേണം. എന്നിട്ട് ആദ്യം എഴുതേണ്ടത് ആം, സ്പീഡ് ഓഫ് ആം. ആമിൻ്റെ പേര് എഫ്. അപ്പോൾ നമ്മൾ സ്പീഡ് ഓഫ് ആം എന്ന് പറയുമ്പം N_F ബ്രാക്കറ്റിൽ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരാം. ആം ആദ്യം എഴുതണം, കമ്പൽസറി ആണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു ഗിയറിൽ നിന്ന് വരാം. ഒന്നെങ്കിൽ എയിന്ന് ബിയിലേക്ക് വരാം, അല്ലെങ്കിൽ ബിയിന്ന് എയിലേക്ക് വരാം. അപ്പം ഞാനിവിടെ എയിന്ന് ബിയിലേക്ക് വരിക. അപ്പം സ്പീഡ് ഓഫ് ഗിയർ എ എന്ന് പറഞ്ഞ് കൊടുത്തു. NA എന്ന് പറഞ്ഞ് അതിനെ വിളിച്ചു. ഇനി അടുത്ത ഗിയർ സ്പീഡ് ഓഫ് ഗിയർ ബി എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനെ NB എന്ന് പറഞ്ഞ് വിളിച്ചു. ഓക്കെ, മൊത്തം 2 ഗിയറേ ഉള്ളൂ. ആ 2 ഗിയറും എഴുതി. ആം നമ്മൾ ആദ്യം എഴുതണം. ആദ്യം സ്റ്റെപ്പ് നമ്പർ, രണ്ടാമത് കണ്ടീഷൻ ഓഫ് മോഷൻ, പിന്നെ മൂന്നാമത് എപ്പോഴും ആം ഉണ്ടെങ്കിൽ ആം, പിന്നെ അതിനുശേഷം ഏതെങ്കിലും ഗിയറിൽ തുടങ്ങി അതിങ്ങനെ വരിക. ഇപ്പം ഞാൻ എയിൽ തുടങ്ങി, എ കഴിഞ്ഞിട്ട് പിന്നെ ബി എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ആദ്യം എഴുതേണ്ടത് 1, ആദ്യത്തെ കണ്ടീഷൻ ആം ഈസ് ഫിക്സഡ്. ആം ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതായത് ആം ഫിക്സഡ് എന്ന് പറയുമ്പോൾ അതിന് സ്പീഡ് ഉണ്ടോ? ഇല്ല. അതിൻ്റെ സ്പീഡ് എത്രയാണ്? 0 ആയിരിക്കും അതിൻ്റെ സ്പീഡ്. അപ്പോൾ N=0 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, എന്നിട്ട് +1 റവല്യൂഷൻ ടു ഗിയർ എ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ,
എല്ലാ കേസിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇത് ആദ്യം ഒന്ന് നോക്കുക. അപ്പോൾ അടുത്ത കണക്കൊക്കെ ചെയ്യാൻ നേരത്ത് എങ്ങനെയാ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പം ആം ഈസ് ഫിക്സഡ് +1 റെവല്യൂഷൻ ടു ഗിയർ എ. അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഇവിടെ സൈഡ് എഴുതിക്കുക. ഞാനിവിടെ ആന്റി ക്ലോക്ക് വൈസിനെ ഏത് ചിഹ്നമായിട്ട് എടുത്തു? ഞാൻ പ്ലസ് ആയിട്ട് എടുത്തു. ആന്റി ക്ലോക്ക് വൈസിനെ പ്ലസ് ആയിട്ട് എടുത്തു. ഓക്കെ, ക്ലോക്ക് വൈസിന് എന്തായിട്ട് എടുത്തു? മൈനസ് ആയിട്ട് എടുത്തു. അങ്ങനെ പറഞ്ഞ് എഴുതി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ആം ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. ആമിന് അനക്കമില്ല, ആം ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. +1 റെവല്യൂഷൻ ടു ഗിയർ എ. +1 റെവല്യൂഷൻ ടു ഗിയർ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ആന്റി ക്ലോക്ക് വൈസിൽ ഒരു റൗണ്ട് കറക്കി. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു റൗണ്ട് കറക്കി. +1 റെവല്യൂഷൻ ടു ഗിയർ എ. അപ്പം ഇവിടെ ഇങ്ങനെ വരും. അപ്പം സ്പീഡ് ഓഫ് ആം എത്രയാ? ആം ഫിക്സഡ് അല്ലേ, അപ്പം 0. സ്പീഡ് ഓഫ് ഗിയർ എ, ഗിയർ എന്ന് പറയുന്നത് +1 റെവല്യൂഷൻ, ഒരു റെവല്യൂഷൻ അല്ലേ കറക്കിയത്. അപ്പം +1 എന്ന് എഴുതണം. കാരണം ഇത് ആന്റി ക്ലോക്ക് വൈസിൽ കറക്കിയെന്ന് ഈ പ്ലസ് സൂചിപ്പിക്കുന്നു. 1 എന്ന് പറയുന്നത് എത്ര റൊട്ടേഷൻസ് ആയെന്നുള്ളത് പെർ മിനിറ്റ് എന്നായെന്നുള്ളത് സൂചിപ്പിക്കുന്ന RPM. ഇനിയിപ്പം സ്പീഡ് ഓഫ് ഗിയർ ബി. അപ്പോൾ ബീൻ്റെ ഇതെങ്ങനെ അപ്പം നമ്മൾ എന്തോന്നാണ് കണ്ടുപിടിക്കേണ്ടത്? NB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം NB = NBനെ ആരാണ് കറക്കുന്നത്? NA അല്ലേ കറക്കുന്നത്. NB ആരുമായിട്ടാണ് മുട്ടിക്കൊണ്ട് നിൽക്കുന്നതെന്ന് നോക്കണം. ഈ ബി എന്ന് പറയുന്ന ഗിയർ ആരുമായിട്ടാണ് മുട്ടിക്കൊണ്ട് നിൽക്കുന്നത്? തൊട്ടടുത്തുള്ള ഗിയർ ഏതാണ്? മുട്ടിക്കൊണ്ട് നിൽക്കുന്ന ഗിയർ ഏതാണ്? A. അപ്പം NB/NA = എന്തോന്ന് എഴുതണം? മറ്റേ രീതിയിൽ, കുറച്ച് മുന്നേ പറഞ്ഞ രീതിയിൽ TA/TB എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് NA അപ്പുറം പോകത്തില്ലേ? NBയിൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, NBയുടെ കോളമിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ NB = TA/TB × NA. ശരിയല്ലേ? ഇനിയിപ്പോൾ NA ഇവിടെ നമ്മൾ +1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ +1 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ +1 എന്ന് പറയുമ്പോൾ TA/TB എന്ന് അവസാനം വരും. ×1 അല്ലേ, ×1 എന്ന് പറയുമ്പോൾ 1 തന്നെ. അപ്പോൾ TA/TB. അപ്പോൾ NB = TA/TB ആണെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനിയിപ്പം ഇത് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കി അല്ലേ. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും. അപ്പോൾ അതിൻ്റെ ചിഹ്നം ഏതാ? മൈനസ്. അപ്പം ഞാൻ ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തു. അപ്പം NB എന്ന് പറയുന്നത് -TA/TB ആണ്. അപ്പോൾ ഞാൻ അതെടുത്ത് ഇവിടെ എഴുതി. ഓക്കെ, -TA/TB ആണ് എന്തോന്ന്? ഗിയർ ബി. ഇത്രേ ഉള്ളൂ. ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇനിയിപ്പം ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇനിയിപ്പം രണ്ടാമത്തത് സ്റ്റെപ്പ് നമ്പർ 2. ആം ഫിക്സഡ് ആണ്. +X റെവല്യൂഷൻ ടു ഗിയർ എ എന്ന് പറഞ്ഞു കൊടുക്കും. +X റെവല്യൂഷൻ ആണ്. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ 1,00,000 റെവല്യൂഷൻ കറക്കി. ഇത് X റെവല്യൂഷൻ. അപ്പോൾ ഒന്നുമില്ല. ആം ഫിക്സഡ് എന്ന് പറയുമ്പോൾ എന്തോന്ന്? 0. ഗിയർ എയുടെ റെവല്യൂഷൻ എത്ര? +X എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം ഇത് വരാൻ നേരത്ത് ഇതിൻ്റെ കൂടെ ഒരു എക്സും കൂടെ ആഡ് ആകും അല്ലേ. ഇവിടെ ×NA അല്ലേ ചെയ്ത്, എൻ്റെ എന്ന് പറയുന്നത് X അല്ലേ. അപ്പം ഇൻറ്റു വരുന്നത് -X TA/TB. മനസ്സിലായോ? -X × TA/TB. ഇവിടെ NAയുടെ അവിടെ നമ്മൾ എന്തോന്ന് ഇട്ട് കൊടുത്തു? ×1 ഇട്ട് കൊടുത്തപ്പോൾ TA/TB എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ എഴുതി. ഇനിയിപ്പോൾ X ഇട്ട് കൊടുക്കുന്നു. അപ്പം ×X എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ എഴുതുന്നത്? -X TA/TB. അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഇതാണ് സംഭവം. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനിയിപ്പോൾ അടുത്തത് മൂന്നാമത്തത് ആഡിങ് y to all elements എന്ന് പറഞ്ഞു കൊടുത്തു. ആഡിങ് y to all elements എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ +y ആഡ് ചെയ്യണം, ഇവിടെ +y ആഡ് ചെയ്യണം, ഇവിടെയും +y ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നാലാമത്തത് ടോട്ടൽ മോഷൻ. 0 + y + y, x + y, x + y, -X TA/TB + y. അതങ്ങനെ തന്നെ വരും. TA/TB + y എന്ന് വരും. അപ്പോൾ ഇതാണ്, ഇത്രേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇപ്പം നമ്മളിവിടെ എന്തിട്ട് കൊടുത്താലും ഔട്ട്പുട്ട് എത്രയേ വരത്തുള്ളൂ? ഈ ഇക്വേഷനിൽ കൂടെ പ്രോസസ്സ് ആകുമ്പോൾ കറക്റ്റ് കാര്യങ്ങളെ വരത്തുള്ളൂ പുറത്തേക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ.
അപ്പോൾ ഇപ്പം നമ്മളോടിപ്പോൾ ചോദിച്ചിരിക്കുക ആം ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ നമ്പർ 2 സബ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇത് 2 സബ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഇത് 2 ഇത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആം ഫിക്സഡ് ആണ്. ആം ഫിക്സഡ് എന്ന് പറയുമ്പം NF ഇസ് ഈക്വൽ ടു വൈ, NF ഇസ് ഈക്വൽ ടു പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫിക്സഡ് എന്ന് പറയുമ്പോൾ 0. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്തോന്നു കിട്ടി? 0 എന്ന് പറഞ്ഞ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? NF ആം ഫിക്സഡ് എന്ന് പറഞ്ഞു. അപ്പോൾ NF ഇസിക്കൽ ടു 0 അങ്ങനെ പറഞ്ഞാൽ y ഇസിക്കൽ ടു 0. ഇനി അടുത്തത്, ഇഫ് എ റൊട്ടേറ്റ്സ് ഇൻ 150 RPM ക്ലോക്ക് വൈസ്, എ വന്നിട്ട് 150 RPM ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മൈനസ്, അപ്പോൾ -150 ആണ് എന്തോന്ന്? NA എന്ന് പറയുന്നത് -150 ആണ്. അപ്പോൾ NAയുടെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു -150. ഇപ്പോൾ വൈൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ അറിയാം എന്താണ്? 0. അപ്പോൾ എക്സ് പ്ലസ് 0 ഇസ് ഈക്വൽ ടു -150. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാ? -150. അപ്പോൾ വൈൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ. ഇനിയിപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ഗിയർ ബി? ബിൻ്റെ സ്പീഡ് എന്നാ? അപ്പോൾ ബി എന്ന് പറയുമ്പോൾ NBയുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. NB ഇസ് ഈക്വൽ ടു -x TA/TB പ്ലസ് വൈ. ഓക്കെ, ഇതിനകത്ത് -x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ -(x) -150. ഓക്കെ, TA/TB. TA എത്ര? 50 ബൈ TB എത്രയാ? 25. ഓക്കെ, പ്ലസ് വൈ എത്ര? 0. ചെയ്യാൻ നേരത്തെ എത്ര വരും? മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയി പോവേ. അപ്പം 150 ഇൻറ്റു 50/25 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എത്ര RPMത്തിലാണ് ഇത് കറങ്ങുന്നത്? NB 300 RPMത്തിലാണ് NB കറങ്ങുന്നത്. കിട്ടിയ ഉത്തരം പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ഓക്കെ, പിന്നെ ഒരു സബ് ഇതും കൂടെ ഉണ്ട്. ആം 200 RPM എന്ന് പറഞ്ഞിട്ടുണ്ട്. ആം 200 RPM കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പം ആം 200 RPM എന്ന് പറയുമ്പം ആം എന്ന് പറയുന്നത് NF കൗണ്ടർ ക്ലോക്ക് വൈസ്, അപ്പോൾ +200. ഓക്കെ, അപ്പോൾ NF എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു 200 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് A ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NA ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതിനകത്ത് നിന്ന് NA എന്ന് പറയുന്നത് x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. y 200 ആണെന്ന് കിട്ടി. അപ്പോൾ x + 200 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x ഇസ് ഈക്വൽ ടു -200. അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. ഓക്കെ, ഇനി ബീൻ്റെ സ്പീഡ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ബീൻ്റെ സ്പീഡ് എങ്ങനെ? ഈക്വേഷൻ എടുത്തിട്ടാൽ പോരെ. അപ്പം -200. ഈ മൈനസ് നമുക്ക് ഇക്വേഷനിൽ കിട്ടിയതാണ്. ഈ എക്സിൻ്റെ വാല്യൂ ആണ് ഈ മൈനസ്. ഓക്കെ, TA എന്ന് പറയുമ്പോൾ 50/25 പ്ലസ് വൈ എന്ന് പറയുന്നത് 200. ഓക്കെ, വൈ എന്ന് പറയുന്നത് 200. അപ്പോഴത്തേക്ക് എന്തോന്ന് കിട്ടും? 200, ഈ മൈനസും വെട്ടിപ്പോയി. 200 ഇൻറ്റു 50/25 പ്ലസ് 200 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം എത്ര കിട്ടും? 600 RPM എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇത് പ്ലസ് അല്ലേ? പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ്. അത്രേ ഉള്ളൂ. ഒരു 2, 3, 4 എപ്പിസൈക്കിൾ ഗിയർ ട്രെയിനിൻ്റെ ചോദ്യമുണ്ട്. ഇത് വെറും ബേസിക്. അപ്പോൾ ഞാനൊരു 2 ഡെമോ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്. 1ഉം 2ഉം 2 ഡെമോ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഈ 2 ഡെമോ ക്വസ്റ്റ്യനും ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടെ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സെറ്റായിട്ട് എക്സാമിന് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാം. കാരണം മിക്കപ്പോഴും അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ വരുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇങ്ങനെ 2 എണ്ണം ഒരു ഷാഫ്റ്റിൽ തന്നെ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ഇതിനെ A എന്ന് വിളിച്ചു, ഇതിനെ B എന്ന് വിളിച്ചു. അപ്പം നമ്മളിവിടെ NA ഓർ NB എന്ന് പറഞ്ഞ് എടുക്കും. 2 എണ്ണമായിട്ട് എടുക്കത്തില്ല. NA NB സെപ്പറേറ്റ് എടുക്കാതെ NA ഓർ NB എന്ന് പറഞ്ഞെടുക്കും. അത് ആ കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുക. അതായിരിക്കും കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഡെമോ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒന്നാമത്തേത്
ഞാൻ പറഞ്ഞല്ലോ 3-4 ഉണ്ട്. ആ 3-4 പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ 3-4 പാറ്റേണിൻ്റെ ആ പെട്ടി വരയ്ക്കുന്ന ആ ടേബിൾ വരയ്ക്കുന്ന ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എക്സാമിന് സ്മൂത്തായിരിക്കും. പിന്നെ ഇതിനകത്ത് ഞാൻ 2 ഡെമോ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അതിനകത്ത് വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് പോയാൽ മതി. ശരി, ഇപ്പം ആൻ എപ്പിസൈക്ലിക് ഗിയർ ആണ്. കൺസിസ്റ്റ് ഓഫ് 3 ഗിയർ, 3 ഗിയർ ഉണ്ട്. ഒരു കാര്യം കൂടെ, നമുക്ക് ക്വസ്റ്റ്യന് മിക്കപ്പോഴും ഫിഗർ തരും. ഫിഗർ തരാതെ ഒന്നും ഇരിക്കത്തില്ല, മിക്ക ഇതിന് ഫിഗർ തരും. ചില കേസിൽ തരാതൊക്കെ ഇരിക്കാം. അപ്പോൾ എന്നിരുന്നാലും ഒരു ഐഡിയ കാണുമല്ലോ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ നോക്കിക്കൊള്ളുക. ഇപ്പോൾ ഇതിനിപ്പം ഫിഗറിൻ്റെ ആവശ്യമില്ല, ഇത് വായിച്ചിട്ട് തന്നെ നമുക്കത് എടുത്ത് എഴുതാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ ആ ലെവലിൽ കിട്ടുന്നുണ്ടോ നോക്കിക്കൊള്ളുക. ശരി, ആൻ എപ്പിസൈക്ലിക് ഗിയർ കൺസിസ്റ്റ് ഓഫ് 3 ഗിയേഴ്സ് A, B and C. അപ്പോൾ എന്തോന്ന് മനസ്സിലായി? ഒരു 3 ഗിയർ ഉണ്ട്. ഒരു 3 ഗിയർ ഉണ്ട്. അതെങ്ങനെയാ? A ഹാസ് 72 ഇന്റേർണൽ ടീത്ത്. ഇന്റേർണൽ ടീത്ത് എന്ന് പറയുമ്പോൾ ഒരെണ്ണം വലുതായിരിക്കും, അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം A എന്ന് പറയുന്നത് വലുതായിരിക്കും, 72 ഇന്റേർണൽ ടീത്ത്. ആൻഡ് ഗിയർ C ഹാസ് 4 എക്സ്റ്റേണൽ ടീത്ത്. ഗിയർ C എന്ന് പറയുന്നതിന് 44 എക്സ്റ്റേണൽ ടീത്ത് ഉണ്ട്. ഓക്കെ, അപ്പം ഗിയർ C ആണ് അകത്തിരിക്കുന്ന സാധനം. ഗിയർ B മെഷസ് വിത്ത് ടീത്ത് A ആൻഡ് C. അപ്പം എനെയും സിനെയും കൂടെ എന്തോന്ന് മെഷ് ചെയ്യുന്നുണ്ട്? വേറൊരു ഗിയർ മെഷ് ചെയ്യുന്നുണ്ട്, അതിനാണ് B. ആൻഡ് ഇസ് ക്യാരിഡ് ഓൺ ആൻ ആം EF. EF ആയിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. വിച്ച് റൊട്ടേറ്റ്സ് അബൌട്ട് ദ സെൻറ്റർ ഓഫ് A. എയുടെ സെൻറ്ററിലാണ് EF വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം എന്തോന്നാണ്? അപ്പം ഇത്ര നേരം പറഞ്ഞത് ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാനൊന്ന് വരച്ചു നോക്കാവേ. A എന്ന് ഇന്റേണൽ ടീത്ത് കാണും. അപ്പം എയുടെ സെൻറ്റർ ഇത്. ഓക്കെ, ഇനിയിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് C എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. C എന്ന് പറഞ്ഞൊരു ഗിയർ. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് C, ഇത് A. എയും സിയും കൂടെ വേറൊരു ഗിയർ മെഷ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് എന്തോന്ന്? B. എന്നിട്ട് എയുടെ സെൻട്രിലാണ് EF എന്ന് പറയുന്ന ഈ ആം ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഈ ആമിൻ്റെ പേര് EF എന്ന് പറയുന്ന ആം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിന് വരുന്നത്. ഇപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് വായിച്ചിട്ട് മനസ്സിലായാലും കുഴപ്പമില്ല. മിക്ക സമയത്ത് നമുക്ക് ഈ സംഭവം തന്നിരിക്കും, ഇത് തന്നിട്ടായിരിക്കും ചെയ്യാൻ പറയുന്നത്. ശരി, ഇനിയിപ്പോൾ ഇങ്ങനെ തന്നാലും ഇതൊക്കെ കുറേ വട്ടം ഉണ്ടല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. വേറെ സിമ്പിളാണ്, ഒന്നുമില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾ തുടങ്ങുക, ആ ഒരു സൈഡിൽ തുടങ്ങിയിട്ട് നിങ്ങളിങ്ങനെ വന്നാൽ മതി, കൂളായിട്ട് കിട്ടും. ഓക്കെ, നിങ്ങളിത് വരച്ചാൽ അതിനുശേഷം നിങ്ങൾ ബാക്കി പെട്ടി വരയ്ക്കുന്ന കാര്യം നോക്കാം. ഓക്കെ, ശരി, ഞാനിപ്പം എന്തോന്നെടുത്തു? ആദ്യം ആ പെട്ടി വരയ്ക്കുന്നതിന് മുന്നേ ആൻറ്റി ക്ലോക്ക് വൈസിനെ ഞാൻ പ്ലസ് ആയിട്ട് എടുത്തു, ക്ലോക്ക് വൈസിനെ ഞാൻ മൈനസ് ആയിട്ട് എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ആ ബോക്സ് വരയ്ക്കും. ആദ്യം ആ ബോക്സ് എങ്ങനെ? സ്റ്റെപ്പ് നമ്പർ കൊടുത്തു. പിന്നെ കണ്ടീഷൻ ഓഫ് മോഷൻ കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത എന്തോന്നാണ്? ആം ആണ് വരയ്ക്കേണ്ടത്. ആം EF എന്ന് പറയുന്ന സാധനം ആണ് കൊടുത്തത്. ആം EFന് സ്പീഡ് ഓഫ് ആം EF ആണ്. അപ്പം അതിനെ എങ്ങനെ സൂചിപ്പിക്കാം? NEF എന്ന് പറഞ്ഞ് സൂചിപ്പിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഏതെങ്കിലും ഒരു ഗിയറിൽ തുടങ്ങുക. മൊത്തം എത്ര ഗിയർ ഉണ്ട് ഇതിൻ്റെ അകത്ത്? 1, 2, 3. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ, ആ ഏതാ ഗിയർ ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ മൊത്തം എത്ര ഗിയർ ഉണ്ട്? 3 ഗിയർ ഉണ്ട്. ഏതാണ്? CBA അല്ലെങ്കിൽ ABC. ഓക്കെ, അപ്പം 3 ഗിയർ ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൽ തുടങ്ങും. ഒന്നെങ്കിൽ A തുടങ്ങി തൊട്ടുകൊണ്ടിരിക്കുന്ന B തുടങ്ങി ബിനെ തൊട്ടുകൊണ്ടിരിക്കുന്ന സിയിലേക്ക് വരണം, അല്ലെങ്കിൽ C തുടങ്ങി തൊട്ടുകൊണ്ടിരിക്കുന്ന B വന്ന് B തൊട്ടുകൊണ്ടിരിക്കുന്ന Aയിലേക്ക് അങ്ങനെ വരണം. ഇപ്പം ഞാൻ മിക്കപ്പോഴും നമ്മൾ നടുക്കുന്ന് ബാഗ് പുറത്തേക്ക് പോകുന്നതാണ്, അങ്ങനെ പോവാം. അപ്പം സ്പീഡ് ഓഫ് ഗിയർ C എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനെന്തോന്ന് കൊടുക്കാം? NC എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ അല്ലേ? NC എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി C തൊട്ടുകൊണ്ടിരിക്കുന്നത് ഏത് ഗിയറാ? സ്പീഡ് ഓഫ് ഗിയർ B.
ബിനെയാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെന്തോന്ന് കൊടുക്കാം? എൻ ബി എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ബി തൊട്ടുകൊണ്ടിരിക്കുന്നത് സ്പീഡ് ഓഫ് ഗിയർ എ എന്ന് പറഞ്ഞു കൊടുക്കാം. തൊട്ടുകൊണ്ടിരിക്കുന്നത് അതിനല്ലേ, അപ്പോൾ എ എന്ന് പറഞ്ഞു, അപ്പോൾ എൻ എ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പം പെട്ടി കംപ്ലീറ്റ്, ഇത് മണ്ടയ്ക്ക് വരച്ചത് കംപ്ലീറ്റ് ആയില്ലേ? ഇത്ര ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യണം? നോർമലി ചെയ്യുന്ന പോലെ ചെയ്യുക. ഓക്കെ, ശരി. ആദ്യം സ്റ്റെപ്പ് നമ്പർ കൊടുത്തു. കണ്ടീഷൻ ഓഫ് മോഷൻ എന്നാ? ആം ഫിക്സഡ് ആണ്. എന്നിട്ട് +1 റവല്യൂഷൻ ടു ഗിയർ എ. എന്ന് ഞാൻ അപ്പോഴേ എഴുതിയതിന് കാരണം എന്താണെന്നറിയാമോ? എ ആണ് ആദ്യം, ആം കഴിഞ്ഞിട്ട് ആദ്യം എഴുതിയത് അത് ഏതാണ്? എ ആണ്. അതുകൊണ്ടാണ് ഞാൻ എനെ ആദ്യം എഴുതിയത്. ഓക്കെ, ഇവിടെ ആം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആദ്യം ആരാണ് വരുന്നത്? സി. അപ്പൊ സീനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തോണം. ആം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എഴുതിയിരിക്കുന്ന ആരാണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. +1 റവല്യൂഷൻ ടു ഗിയർ സി പറഞ്ഞു കൊടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര വരും? ആം ഫിക്സഡ് എന്ന് പറയുമ്പോൾ 0, എൻ സി എന്ന് പറയുമ്പോൾ എത്ര വരും? +1 എന്ന് പറഞ്ഞു വരും. അപ്പോൾ സ്പീഡ് ഓഫ് ഗിയർ ബി എത്ര വരും? അപ്പോൾ അതിവിടെ മാറ്റി ചെയ്യുക. സ്പീഡ് ഓഫ് ഗിയർ ബി എന്ന് പറയുമ്പോൾ എൻ ബി ആണ് അല്ലേ? അപ്പോൾ എൻ ബി ആദ്യം എഴുതുക. എൻ ബി ആരുമായിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത്? ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്? എൻ സിയുമായിട്ട്. അപ്പോൾ എൻ ബി ബൈ എൻ സി. ഓക്കെ അല്ലേ? ബി തൊട്ടുകൊണ്ടിരിക്കുന്ന ആരാ? സി കഴിഞ്ഞിട്ടല്ലേ ബിയിലേക്ക് പോയി. അപ്പോൾ ബിയും സിയുമാണ് കഥാപാത്രങ്ങൾ. അപ്പോൾ ബി എൻ ബി ബൈ എൻ സി = അങ്ങനെയാണെങ്കിൽ മറ്റേ രീതിയിൽ എങ്ങനെ എഴുതും? ടി സി ബൈ ടി ബി. ഇത് ഇങ്ങനെ ഓപ്പോസിറ്റ് വരണം. ഓക്കെ, അപ്പം എൻ ബി = ടി സി ബൈ ടി ബി ഇൻറ്റു എൻ സി. ഈ എൻ സി അപ്പുറം പോയി. ഇനിയിപ്പോൾ എൻ സിക്ക് നമ്മൾ വാല്യൂ എത്ര എടുത്തിരിക്കുന്നത്? +1 അല്ലേ? +1. അപ്പം 1 എന്ന് പറയുമ്പോൾ ടി സി ബൈ ടി ബി എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പം ടി സി ബൈ ടി ബി. ഇനി നമ്മൾ ഇത് കൊടുക്കണ്ടേ? ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങിയാൽ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസിൽ കറങ്ങും. ക്ലോക്ക് വൈസിൻ്റെ ചിഹ്നം മൈനസ്. അപ്പം ഞാനിവിടെ -ടി സി ബൈ ടി ബി എന്ന് കൊടുത്തു. ഓക്കെ, ശരി. ഇനി സ്പീഡ് ഓഫ് ഗിയർ എ ആണ് നോക്കേണ്ടത്, അതായത് എൻ എ. അപ്പോൾ അടുത്ത് എഴുതുക. എൻ എ എന്ന് പറയുന്നത് ആരുമായിട്ട് ഇപ്പം മെഷീനിലിരിക്കുന്നത്? എൻ എ ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്? എൻ ബി ഒ ആയിട്ട്. അപ്പം എൻ എ ബൈ എൻ ബി = ടി ബി ബൈ ടി എ. ഓക്കെ ആണോ? ഓക്കെ, ഇനിയിപ്പോൾ എൻ ബി അപ്പുറം കൊണ്ടുപോകും. അപ്പോൾ എന്നാ വരും? എൻ എ = ടി ബി ബൈ ടി എ എന്ന് പറഞ്ഞ് വരും. ശരിയല്ലേ? ഇൻറ്റു എൻ ബി. ഇനിയിപ്പം എൻ ബി നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഇതാണ് ഇക്വേഷൻ. അതെടുത്തിട്ട് കൊടുക്കുക. ഈ മൈനസ് ഒന്നും കയറ്റിയിടണ്ട, അല്ലാതെ സംഭവം മാത്രം കയറ്റിയിടുക. അപ്പം എന്തോന്ന് വരും? ടി ബി ബൈ ടി എ ഇൻറ്റു എൻ ബിയുടെ സ്ഥാനത്ത് ഈ കണ്ടുപിടിച്ചത് എന്നതാണ്? ടി സി ബൈ ടി ബി. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാൻ നേരത്ത് എല്ലാ കേസിലും നമ്മൾ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ഈ ടി ബിയും കൂടെ വെട്ടിപ്പോകും. എന്നിട്ട് എന്തോന്ന് വരും? ടി സി ബൈ ടി എ എന്ന് പറഞ്ഞു വരും. ഓക്കെ ആണോ? എൻ എ = ടി സി ബൈ ടി എ എന്ന് പറഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? ടി സി ബൈ ടി എ. അപ്പം അത് എഴുതി. ഓക്കെ, ഇതിപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബി കറങ്ങുന്നത്. അപ്പോൾ എ ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ സെയിം ഡയറക്ഷൻ ആണോ? കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇന്റേണൽ ടീത്താണ്. അപ്പം ഒരു സാധനം ഇന്റേണൽ ടീത്ത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കോൺസെപ്റ്റ്. ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഇതും കറങ്ങുന്നത്. അപ്പം ഇതും സെയിം ഡയറക്ഷൻ തന്നെയാണ്. അപ്പം മൈനസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ സംഭവം പെട്ടി പൂർത്തിയാക്കിയില്ലേ? ഇനിയിപ്പോൾ അടുത്തത് 2. ആം ഫിക്സഡ് ആണ്. ഇനി +1 കൊടുത്ത സ്ഥലത്ത് +x എന്ന് പറഞ്ഞു കൊടുക്കുക. റവല്യൂഷൻ ടു ഗിയർ സി എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇവിടെ 0 എഴുതുക. ഈ +1 കൊടുത്ത സ്ഥലത്ത് +x എഴുതുക. എന്നിട്ട് ഇതിനെല്ലാത്തിനും x ഗുണിച്ചു കൊടുക്കുക. -x ടി സി ബൈ ടി ബി -x ടി സി ബൈ ടി എ. ഓക്കെ, പക്കാ. ഇനിയിപ്പോൾ അടുത്തത് 3ാമത്തത്. ഇതെന്തോന്ന് കൊടുക്കാം? ആഡ് +y ടു ഓൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ആഡിങ് y ടു ഓൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ആഡിങ് y ടു ഓൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിനെ +y കൊടുത്തു, ഇതിനെ +y കൊടുത്തു, ഇതിനെ +y കൊടുത്തു, ഇതിനെ +y കൊടുത്തു. എന്നിട്ട് ഇത് നിങ്ങളോടൊപ്പം 4ാമത്തെ എന്തോന്നാണ്? ടോട്ടൽ മോഷൻ എന്ന് പറയുന്നത്
ആദ്യം നമ്മൾ ഇത് കണ്ടുപിടിക്കാനുണ്ട്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കിട്ടി നമുക്ക്. ഇത് കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് ഒരു തെറ്റും വരാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഐഡിയ കറക്റ്റായിട്ട് ഒരു ഇതിലെടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടും. അപ്പോൾ ടോട്ടൽ മോഷൻ 0 + y y x + y - x tc/tb + y. ഓക്കെ, ഇവിടെയോ -x tc/ta + y. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം കിട്ടി. ഈ കിട്ടിയിരിക്കുന്നൊക്കെയാണ് എന്തോന്ന് ഫൈനലായിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇത് വെച്ചിട്ട് അവരെന്തോന്നാണ് ചോദിച്ചിരിക്കുന്നത്? എന്തുവാണ് ചോദിച്ചിരിക്കുന്നത്? EF ആം വന്നിട്ട് 18 RPM കറങ്ങുന്നത്. ആം എന്ന് പറയുന്നത് സംഭവം എന്തോന്നാണ്? ആം NEF എന്ന് പറയുന്ന സാധനം എത്ര RPM കറങ്ങുന്നു? 18 RPM. ഇതിനകത്ത് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അതായത് ഇതിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസിലാന്നിരിക്കട്ടെ. 18 RPM. അപ്പോൾ NEFന്റെ ഇക്വേഷൻ y = 18. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു വെച്ചാൽ അത് തന്നെ. ഇനിയിപ്പോൾ ഇത് ഗിയർ A ഈസ് ഫിക്സഡ്. NA എന്ന് പറയുന്ന സാധനം ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NA ഫിക്സഡ് ആണെങ്കിൽ NA = 0 എന്നാണ് പറയേണ്ടത്. അപ്പോൾ NAയുടെ ഇക്വേഷൻ എന്താണ്? -x tc/ta + y = 0 എന്നാണ്. അപ്പോൾ y = 18 ആണെന്നറിയാം. TCയും TA നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ഗിയർ A 72 പറഞ്ഞിട്ടുണ്ട്. TA എന്ന് പറയുന്നത് എത്രയാണ്? 72. അതുപോലെ ഏതാണ് TC എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 44 പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതിക്കൂടെ? -x വാല്യൂ അതിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിപ്പം ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം -x TC എന്ന് പറയുന്നത് എത്രയാ? 44 × 44/TA എന്ന് പറയുന്നത് 72 പ്ലസ് y എത്ര? 18 = 0. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ അങ്ങനെ അടിച്ചു നോക്കാം, അല്ലെങ്കിൽ എല്ലാത്തിനെയും അപ്പുറം കൊണ്ടുപോയിട്ടാണെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം -α(x) ഇൻറ്റു എത്രയാ? 44/72 പ്ലസ് 18 α = 0. ഷിഫ്റ്റ് സോൾവ് 0 = ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര എന്ന് പറഞ്ഞ് കിട്ടി? 29.45 എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് എന്തോന്ന് എക്സിൻ്റെ വാല്യൂ. ഓക്കെ, ഇനിയിപ്പോൾ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? സ്പീഡ് ഓഫ് ഗിയർ ബിയും സിയും. ബിൻ്റെ സ്പീഡും സിൻ്റെ സ്പീഡും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. സ്പീഡ് ഓഫ് സി കണ്ടുപിടിക്കാം. NC = x + y എന്നാണ് ഇക്വേഷൻ. അപ്പം x + y എന്ന് പറയുമ്പോൾ 29.45 പ്ലസ് y എന്ന് പറയുന്നത് 18. അപ്പം 29.45 പ്ലസ് y എന്ന് പറയുന്നത് 18. അപ്പം എത്ര കിട്ടും? 47.45 RPM എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ എടുത്ത വാല്യൂ, അതായത് ടീത്തിൻ്റെ വാല്യൂ അതും മാത്രമല്ല RPMത്തിൻ്റെ വാല്യൂവും അതൊരു ഇതായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ പോയിന്റ് അടിച്ച് വരുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം x + y NC എന്ന് പറഞ്ഞ സാധനം കിട്ടി. ഇനിയിപ്പോൾ അടുത്ത എന്തോന്നാണ്? NBയുടെ ഇക്വേഷൻ എന്താണ്? NBയുടെ ഇക്വേഷൻ -x tc/tb + y എന്നാണ്. ഇതിനകത്ത് TC നമുക്കറിയാം, TB നമുക്ക് അറിയത്തില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പം അതിലേക്ക് വരാം. അതായത് ഡയമീറ്റർ ഓഫ് ബി dB എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് A/2, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ, ഇതിൽ നിന്ന് ഇതിൻ്റെ റേഡിയസ് കുറച്ചാൽ പോരെ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് DC/2. മനസ്സിലായോ? ഡയമീറ്റർ ഓഫ് ബി എന്ന് പറയുന്നത് ഇതാണ്. ഡയമീറ്റർ ഓഫ് ബി എന്ന് പറയുന്നത്
റേഡിയസ് ഓഫ് എയുടെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ. എയുടെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ. ഈ ഒരു ഇതാണ് എയുടെ റേഡിയസ്. അതിൽ നിന്ന് ഈ സിന്റെ ഇത് ഇത്രയും കുറച്ച ബാലൻസ് കിട്ടുന്ന ഇതാണ് എന്തോന്ന്, നമുക്ക് ബിന്റെ ഡയമീറ്റർ അല്ലേ, അതാണ് എഴുതിയിരിക്കുന്നത്. ഡയമീറ്റർ ഓഫ് ബി, അതായത് ഫുൾ ഡയമീറ്റർ ഓഫ് ബി എന്ന് പറയുന്നത് DA/2 എന്ന് പറഞ്ഞാൽ എയുടെ റേഡിയസ് മൈനസ് സിയുടെ റേഡിയസ് അല്ലേ. ഇതിന്റെ റേഡിയസ് ഇന്ന് ഇതിന്റെ റേഡിയസ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഇതിന്റെ ഫുൾ ഡയമീറ്റർ കിട്ടത്തില്ലേ, അതാണ്. അപ്പം ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് നേരെ ടീൻ്റെ ഫോമിൽ എഴുതാം. അതായത് TB = TA/2 മൈനസ് TC/2. ഓക്കെ, അപ്പം എന്തോന്ന് എഴുതാം, TA നമുക്കുണ്ട് എത്രയാ, 72/2 മൈനസ് 44/2. അപ്പം എത്ര വരും, 72/2 മൈനസ് 44/2 എന്ന് ചെയ്യുമ്പം 14 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം TB എത്ര എന്ന് കിട്ടി, 14 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, TB എന്ന് പറഞ്ഞ സാധനം 14 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം നമുക്ക് TB ഇവിടെ ഇട്ട് കൊടുക്കാം. X എത്രയാന്ന് കിട്ടി, 29.45 മൈനസ് 29.45. TC എത്രയാണ്, 44 × 44 TB എത്രയാണ് ഇപ്പം കണ്ടുപിടിച്ചു, 14 പ്ലസ് Y എത്രയാണ്, Y ഇവിടെ ഉണ്ടല്ലോ 18. ചെയ്യാൻ നേരത്തെ എത്ര കിട്ടും, മൈനസ് 29.45 ഇൻറ്റു 44/14 പ്ലസ് 18 = മൈനസ് 74.55 എന്ന് പറഞ്ഞ് കിട്ടും RPM. മൈനസ് വന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇത് പ്ലസ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇഫ് ആണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ്, അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ NCയും ഇതും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ശരിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ഒരു ഡെമോ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് ഡെമോ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആർ അറേഞ്ച്ഡ് ആസ് ഷോൺ ഇൻ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഹൗ മെനി റവല്യൂഷൻസ് ഡസ് ദ ആം ടു വിച്ച് പിനിയൻ B and C ആർ അറ്റാച്ച്ഡ് മേക്ക്? A മേക്സ് 1 റവല്യൂഷൻ ക്ലോക്ക് വൈസ്. A ഒരു റവല്യൂഷൻ ക്ലോക്ക് വൈസിൽ ഉണ്ടാക്കുമ്പോൾ B മേക്സ് ഹാവ് എ റവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനെ പറഞ്ഞിരിക്കുക. അതിൻ്റെ അടുത്ത കണ്ടീഷൻ A മേക്സ് 1 റവല്യൂഷൻ ക്ലോക്ക് വൈസ്, D വന്നിട്ട് ഫിക്സഡ് ആണ്. ഓക്കെ, ആമിന് പേര് ഇവർ കൊടുത്തിട്ടില്ല, നമുക്ക് ഇതിനൊരു F എന്ന് പറഞ്ഞു കൊടുക്കാം. ആം F എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ശരി. നമ്പർ ഓഫ് ടീത്ത് ഓഫ് ഗിയേഴ്സ് A എന്ന് പറയുന്നത്, D എന്ന് പറയുന്നത്, TA എന്ന് പറയുന്നത് 40 ആണെന്ന് പറയുന്നുണ്ട്, TD എന്ന് പറയുന്നത് 90 ആണെന്ന് പറയുന്നുണ്ട്. TA 40 എന്ന് പറയുന്നുണ്ട്, TD 90 ആണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു പാറ്റേൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ TBയും ഈ B എന്ന് പറയുന്ന ഗിയറും C എന്ന് പറയുന്ന ഗിയറും എന്തോന്നാണ്, സെയിം ആണ്. ഏതെങ്കിലും ഒരു ഗിയർ എടുത്താൽ മതി. B എന്ന് പറയുന്ന ഗിയറും C എന്ന് പറയുന്ന ഗിയറും സെയിം ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു ഡെമോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ ബേസിക് ആ ഒരു രീതിയിലെല്ലാം നമ്മൾ നോക്കിയാൽ മതി ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാം. ഇനി വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 1, 2, 3, 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടെ കിട്ടും. ഓക്കെ, ശരി. ഇപ്പം ഈ ഗിയർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ബോക്സ് വരയ്ക്കാം അല്ലേ, ബോക്സ് വരയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ, കണ്ടീഷൻ ഓഫ് മോഷൻ, ഇനിയിപ്പോൾ ആം, സ്പീഡ് ഓഫ് ആം, ആമിൻ്റെ പേര് F, അപ്പം NF എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനിയിപ്പോൾ ഏത് ഗിയറിൽ തുടങ്ങാം, Aയിൽ തുടങ്ങാം അല്ലേ, Aയിൽ തുടങ്ങിയിട്ട് പോവാം. അപ്പം സ്പീഡ് ഓഫ് ഗിയർ A അതിനെങ്ങനെ കൊടുക്കാം, NA എന്ന് പറഞ്ഞ് കൊടുക്കാം. അതിനുശേഷം
എ തൊട്ടുകൊണ്ടിരിക്കുന്നത് സി അല്ലെങ്കിൽ ബി. ഞാൻ പറഞ്ഞല്ലോ ഈ കേസിൽ ബിയും സിയും ഏതാണ്ട് ഈക്വൽ ആണ്. ഈക്വൽ എന്ന് വെച്ചാൽ ഒരേപോലത്തെ സാധനം. അപ്പം നമ്മൾ രണ്ടെണ്ണത്തിന് എഴുതണ്ട, ഏതെങ്കിലും ഒരെണ്ണത്തിന് എഴുതിയാൽ മതി. അതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഇല്ലെങ്കിൽ ഈ ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഒരു നോട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ അപ്പോൾ ഓർത്താണ് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന് എൻ ബി അല്ലെങ്കിൽ എൻ സി എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താണ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഓരോന്നിനെ പ്രത്യേകം വെറുതെ എഴുതേണ്ടതില്ല. ഇതിനെ ഒറ്റ ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോണം. ഓക്കെ, അപ്പം സ്പീഡ് ഓഫ് ഗിയർ ബി അല്ലെങ്കിൽ സി, കാരണം രണ്ടും സെയിം ആണ്. അപ്പോൾ എൻ ബി എന്നും പറയാം, അല്ലെങ്കിൽ കോമ എൻ സി എന്ന് പറഞ്ഞും പറയാം. ഓക്കെ, ഇത് ഓറാണ്, അല്ല എൻ ബി ബൈ സി എന്നല്ല, ഇത് ഓറാണ്. എൻ ബി അല്ലെങ്കിൽ എൻ സി. ഇനിയിപ്പോൾ അടുത്ത് എന്താണ്, ഇനിയിപ്പോൾ ഇത് തൊട്ടുകൊണ്ടിരിക്കുന്നത് എൻ ബി എന്ന് പറഞ്ഞാലും എൻ സി എന്ന് പറഞ്ഞാലും സെയിം ആണെന്നാണ് ഞാനിവിടെ പറയുന്നത്. എൻ ബി ഈസ് ഈക്വൽ ടു എൻ സി ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ അടുത്ത് നിന്ന് ഡി എന്ന് പറയുമ്പോഴത്തേക്കും സ്പീഡ് ഓഫ് ഗിയർ ഡി, അതായത് എൻ ഡി. ഓക്കെ, അപ്പം ബോക്സ് ഇനിയിപ്പോൾ എന്നാ വേണ്ടേ, 1 2 3 4 ആം ഫിക്സഡ് ആണ്. +1 റെവല്യൂഷൻ 2 ഗിയർ. ആമിനപ്പുറം എഴുതിയിരിക്കുന്ന ഏതാണോ അത് എൻ എ, അപ്പോൾ 2 ഗിയർ. ഇനി അടുത്ത ആം ഫിക്സഡ് +x റെവല്യൂഷൻ 2 ഗിയർ എ. ഇനി ആഡ് y to all elements, എന്നിട്ട് ടോട്ടൽ മോഷൻ. ഇത് എഴുതാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഫിക്സഡാന്ന് പറഞ്ഞു, ഇത് 0 ഇത് 0, y എന്ന് പറയുമ്പോൾ ഇത് +y. അപ്പം ഇത് 0 + y എന്ന് പറയുന്നത് 0 + y എന്ന് പറയുന്നത് y തന്നെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സ്പീഡ് ഓഫ് ഗിയർ എ, ഇതെന്ന് പറഞ്ഞാൽ +1, ഇത് +x, ഇത് +y ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ x + y. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എൻ ബി ഓർ എൻ സി, ഏതെങ്കിലും ഒരെണ്ണത്തിന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ എൻ ബി എടുക്കുക. എൻ ബി എടുക്കാൻ നേരത്ത് എൻ എനെയും എൻ ബിനെയും കൂടെ വെച്ച് നോക്കാം. നമുക്ക് എൻ എനെയും എൻ ബിനെയും കൂടെ വെച്ച് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എൻ ബി ആണ്. എൻ ബി അല്ലെങ്കിൽ എൻ സി, എൻ ബി എന്നും പറയാം, അതിന് എൻ സി എന്നും പറയാം. ഓക്കെ, അപ്പോൾ എൻ ബി ബൈ എൻ എ എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, ഇസ് ഈക്വൽ ടു ടി എ ബൈ ടി ബി. ഓക്കെ ആണോ? ശരി. ഇനി എൻ എ അപ്പുറം പോയി, അപ്പം എൻ എ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി. എൻ ബി ഇസ് ഈക്വൽ ടു ടി എ ബൈ ടി ബി ഇൻറ്റു എൻ എ. ഓക്കെ, അതിനകത്ത് എൻ എ എത്രയാണ്? +1. അപ്പം ടി എ ബൈ ടി ബി എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ എൻ സിയുടെ കാര്യം എടുത്താലും എൻ ബിയുടെ കാര്യം എടുത്താലും ടി എ ബൈ ടി ബി. ഇനി ഡയറക്ഷൻ, ഇത് ഇതിപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഞാൻ പ്ലസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ക്ലോക്ക് വൈസ് ആണ് ഞാൻ മൈനസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഞാൻ പ്ലസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. എ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങിയാൽ ബി എങ്ങനെ കറങ്ങും? ക്ലോക്ക് വൈസിൽ കറങ്ങും. സിയും അതുപോലെ തന്നെ അല്ലേ, കാരണം രണ്ടും ഒന്നാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിന് കാരണം എന്താ, ഇതിങ്ങനെ കറങ്ങിയാൽ ഇതിങ്ങനെ കറങ്ങത്തുള്ളൂ, അതുപോലെ തന്നെ ഇതും. അപ്പം ഇതിനെ മൈനസ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി സ്പീഡ് ഓഫ് ഗിയർ ഡി. ഗിയർ ഡി എന്ന് പറയുന്നത് ഇന്റേണൽ ടീത്ത് ആണ്. ഓക്കെ, ശരി. അപ്പം ഗിയർ ഡി, അപ്പോൾ ഗിയർ ഡിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കണ്ട, എൻ ഡി ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ എൻ ഡി എന്ന് പറഞ്ഞ് എഴുതുക. എൻ ഡി ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്? എൻ ബി തന്നെ എടുക്കാം, എൻ ബി ആയിട്ട് തൊട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ ബി ഇസിക്കൽ ടു മറ്റേ രീതിയിൽ എങ്ങനെ എഴുതും? ടി ബി ബൈ ടി ഡി. ഓക്കെ, ഈ എൻ ബിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എൻ ബി എന്ന് പറഞ്ഞാവും. ഓക്കെ, ഇപ്പോൾ എൻ ഡി ഇസിക്കൽ ടു ടി ബി ബൈ ടി ഡി ഇൻറ്റു എൻ ബി. ഇനിയിപ്പോൾ എൻ ബി എത്രയെന്ന് കണ്ടുപിടിച്ചു ഓൾറെഡി. എന്തോന്ന്? ടി എ ബൈ ടി ബി എന്ന് കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ എഴുതുന്നത് ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വെട്ടിപ്പോകുമെന്ന്. നോക്കാം, ഉണ്ടോ? വെട്ടിപ്പോയി. അപ്പോൾ എന്തോന്ന് വരും? ടി എ ബൈ ടി ഡി എന്ന് പറഞ്ഞ് വന്നു. ശരിയല്ലേ? ഏത്? എൻ ഡി ഇസിക്കൽ ടു ടി എ ബൈ ടി ഡി. ഇനിയിപ്പോൾ ഡയറക്ഷൻ, ഇത് ഏത് ഡയറക്ഷനാണോ അതിൽ തന്നെ ആയിരിക്കും ഇതും കറങ്ങുന്നത്. കാരണം എന്നാ, ഇത് ഇന്റേണൽ ടീത്ത് അല്ലേ. അപ്പം മൈനസ് ടി എ ബൈ ടി ഡി. അത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞ അവിടെ തന്നെ. ഇനിയിപ്പോൾ എന്തോന്നാണ്, ഇതിനെ എക്സിറ്റ് കൊടുക്കുക, ടി എ ബൈ ടി ബി. അതുപോലെ ഇവിടെ -x ടി എ ബൈ ടി ഡി. ഓക്കെ, ഇനി പ്ലസ് വൈ കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെങ്ങനെ വരും? -x ടി എ ബൈ ടി ബി പ്ലസ് എന്തോന്ന് വരും?
വൈ. അതുപോലെ ഇവിടെ മൈനസ് എക്സ് ടി എ ബൈ ടി ഡി പ്ലസ് വൈ. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ എന്നാ തന്നിരിക്കുന്ന ഇതിനെ എടുത്തിട്ട് കൊടുത്താൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത് വെൻ എ മേക്സ് വൺ റെവല്യൂഷൻ, എ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ക്ലോക്ക് വൈസിൽ, അപ്പം എന്തോന്ന് എൻ എ ഇസ് ഈക്വൽ ടു ചോദിച്ചിരിക്കുന്നത് എന്താണ് പച്ച വെച്ചെഴുതാം ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ എന്നാ ചോദിച്ചിരിക്കുന്നത് എൻ എ ഇസ് ഈക്വൽ ടു വൺ റെവല്യൂഷൻ ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസിന് ഞാൻ മൈനസ് ആയിട്ട് എടുത്തില്ല, അപ്പം -1 എന്ന് പറഞ്ഞ് എടുത്തു. എൻ എ ഇസ് ഈക്വൽ ടു -1 ആൻഡ് ഡി മേക്സ് ഹാഫ് എ റെവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. ഡി എന്ന് പറയുന്നത് എൻ ഡി, അപ്പോൾ എൻ ഡി എന്ന് പറയുന്നത് ഹാഫ് എ റെവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസിന് ഞാൻ പ്ലസ് ആയിട്ട്, അപ്പോൾ എൻ ഡി ഇസ് ഈക്വൽ ടു ഹാഫ് എന്ന് പറഞ്ഞ് എടുത്തു. ശരി, എൻ എ എന്ന് പറയുന്നത് -1. എൻ എയുടെ ഇക്വേഷൻ എന്താണെന്നാണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു -1. ഇനി എൻ ഡിയുടെ ഇക്വേഷൻ എന്താണെന്നാണ് എൻ ഡി താണ്ട് ഇത് മൈനസ് എക്സ് ടി എ ബൈ ടി ഡി പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഹാഫ് എന്ന് പറഞ്ഞാൽ അത് ടി എയും ടി ഡി അറിയാലോ. മൈനസ് എക്സ് ടി എ ബൈ 40/90 പ്ലസ് വൈ എന്ന് പറയുന്നത് ഹാഫ്. ഓക്കെ, ഇതിനകത്ത് എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു -1 ആണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു -1 മൈനസ് വൈ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും? -1 മൈനസ് വൈ ഇൻറ്റു 40/90 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഹാഫ് എന്ന് പറഞ്ഞു വരും. അപ്പം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കത്തില്ലേ? കാൽക്കുലേറ്ററിൽ അങ്ങനെ അടിച്ചു കൊടുത്താൽ പോരെ. എങ്ങനെ വരും? മൈനസ് അതേപോലെ തന്നെ അടിക്കുക, കൂടുതൽ ഡൗട്ടൊന്നും അടിക്കണ്ട. മൈനസ് എത്രയാണ് വൈ ആൽഫ വൈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇൻറ്റു കൊടുക്കുക, 40/90 കൊടുക്കുക, എന്നിട്ട് പ്ലസ് കൊടുക്കുക, ആൽഫ വൈ കൊടുക്കുക, എന്നിട്ട് ആൽഫ ഇസ് ഈക്വൽ ടു കൊടുക്കുക, 1/2 ഇടുക, ഷിഫ്റ്റ് അടിക്കുക, സോൾവ് അടിക്കുക, 0 അടിക്കുക, ഇസ് ഈക്വൽ ടു കൊടുക്കുക. അപ്പം വൈൻ്റെ വാല്യൂ എത്ര കിട്ടി? 0.038 എന്ന് പറഞ്ഞ് കിട്ടും. എന്താണ് വൈൻ്റെ വാല്യൂ? വൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു -1 മൈനസ് ഐ അല്ലേ. അപ്പം -1 മൈനസ് 0.038 ചെയ്യുമ്പോൾ എത്ര വരും? -1.038 എന്ന് പറഞ്ഞ് വരും എക്സിൻ്റെ വാല്യൂ. അതിൻ്റെ വാല്യൂ 0.038 എന്ന് പറഞ്ഞ് കിട്ടി. എൻ ബി അല്ലെങ്കിൽ എൻ സി രണ്ടും സെയിം അല്ലേ? എൻ ബി അല്ലെങ്കിൽ എൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു, വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇപ്പോൾ എൻ ബി എന്ന് പറയുന്നത് എന്തോന്നാണ്? -x ടി എ ബൈ ടി ബി പ്ലസ് വൈ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ടി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം എപ്പിസി ഇതിൻ്റെ അകത്തേക്ക് വരിക. ഓക്കെ, ഡിയുടെ ഡയമീറ്റർ, ഡിയുടെ റേഡിയസ്, അതായത് ഡിയുടെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടം വരെയുള്ള ഡിയുടെ റേഡിയസ്, അതിൽ നിന്ന് എയിൻ്റെ റേഡിയസ് കുറച്ചാൽ ബിൻ്റെ ഡയമീറ്റർ കിട്ടുമല്ലോ. അപ്പോൾ അതിനങ്ങനെ എഴുതുക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി ബി ഇസ് ഈക്വൽ ടു എന്തോന്നാണ് ഇതിൻ്റെ ഡയമീറ്റർ, ഡി ഡയമീറ്റർ ഓഫ് ഡി, ഡയമീറ്റർ റേഡിയസ് ഓഫ് ഡി, ഡിയുടെ റേഡിയസ് മൈനസ് എന്തോന്ന് എയിൻ്റെ റേഡിയസ് അല്ലേ. ഡി ബി എന്ന് പറയുന്നത് ഡിയുടെ റേഡിയസ് മൈനസ് എയുടെ റേഡിയസ്. അപ്പം ഈ ഒരു സംഭവം കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതി ഡി ബി ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ഡി ബൈ 2 അതായത് റേഡിയസ് മൈനസ് ഡയമീറ്റർ ഓഫ് എ ബൈ 2 അതായത് എയുടെ റേഡിയസ്. അപ്പോൾ ഇനി ഇതിനെ ടീൻ്റെ ഫോമിൽ എഴുതുക. ടി ബി ഇസ് ഈക്വൽ ടു
TD/2 മൈനസ് TA/2 എന്ന് പറഞ്ഞ് എഴുതുക. TD അറിയാലോ, 90/2 45 മൈനസ് TA എന്ന് പറയുമ്പോൾ 40/2 ഇസിക്കൽ ടു 40. ബാലൻസ് എത്ര കിട്ടും? 5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ TB എത്രയാണ്? 5. അപ്പം അതെടുത്തിടുക. -6 എന്ന് പറയുന്നത് -1.038 ഇൻറ്റു TA എന്ന് പറയുന്നത് 40/TB എന്ന് പറയുന്നത് 5 പ്ലസ് Y എന്ന് പറയുന്നത് 0.038. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? -1.038 ഇൻറ്റു 40/5 പ്ലസ് 0.038 ചെയ്യാൻ നേരത്ത് -8.266 എന്ന് പറഞ്ഞ് വരും. ഇതാണ് എന്തോന്ന്? NB അല്ലെങ്കിൽ NCയുടെ സ്പീഡ്, RPM. ഈ മൈനസ് എന്ന് പറയുന്ന സാധനം ഞാൻ കൗണ്ടർ ക്ലോക്ക് വൈസിനാണ് സൂചിപ്പിക്കുന്നത്. ക്ലോക്ക് വൈസ്. ഓക്കെ, അങ്ങനെയാണ്. ഇനിയിപ്പം when A makes one revolution clockwise, അതായത് NA എന്ന് പറയുന്നത് -1 ആണ്. D സ്റ്റേഷനറി ആണ്. അതായത് ND എന്ന് പറയുന്നത് 0 ആണ്. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് 0 ആണ്. അപ്പം NB അല്ലെങ്കിൽ NCയുടെ ഇതെത്ര, സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ NA ഇസിക്കൽ എന്ന് പറഞ്ഞാൽ എന്നയുടെ ഇക്വേഷൻ എന്താണ്? x+y. അപ്പം ഇവിടെ എഴുതുക x+y ഇസിക്കൽ ടു -1. അപ്പോൾ x ഇസിക്കൽ ടു -1 മൈനസ് y. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അടുത്ത കണ്ടീഷൻ എന്നാ? D സ്റ്റേഷനറി, ND ഇസിക്കൽ ടു 0. അപ്പം -x TA/TD പ്ലസ് y ഇസിക്കൽ ടു 0. TA എത്ര? 40. TD എത്ര? 90. -x എന്ന് പറയുമ്പോൾ -1 മൈനസ് y പ്ലസ് y എന്ന് പറയുന്നത് നമുക്ക് കിട്ടി y തന്നെ ഇസിക്കൽ ടു 0. ഇനി ഇതിപ്പോൾ ഇക്വേഷൻ 1 എന്ന് നമ്മൾ എടുത്തു. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാമല്ലോ, ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്ത് സോൾവ് ചെയ്യാം. അപ്പം ബ്രാക്കറ്റിൻ്റെ അകത്ത് -1 മൈനസ് ആൽഫ y പിന്നെ ബ്രാക്കറ്റ് ഇട്ടു ഇൻറ്റു 40/90 പ്ലസ് y ആൽഫ y. എന്നിട്ട് ആൽഫ ഇസിക്കൽ ടു പിന്നെ 0 അടിച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് അടിച്ച് സോൾവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. വൈൻ്റെ വാല്യൂ എനിക്ക് കിട്ടി y ഇസിക്കൽ ടു 0.8 എന്ന് പറഞ്ഞ് കിട്ടി. അതാണ് വൈൻ്റെ വാല്യൂ. ഇനി ഈ വൈൻ്റെ വാല്യൂ കൊണ്ടുവന്ന് ഇതിൻ്റെ തെറ്റ് കൊടുത്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടത്തില്ലേ? അപ്പോൾ x ഇസിക്കൽ ടു -1 മൈനസ് 0.8. അപ്പം എത്ര വരും? -1 മൈനസ് 0.8 എന്ന് പറയുന്നത് -1.8 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂം കിട്ടി, വൈൻ്റെ വാല്യൂം കൂടെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അവരെന്താ ചോദിച്ചിരിക്കുന്നത്? NB അല്ലെങ്കിൽ NCയുടെ സ്പീഡ് ഓഫ് റൊട്ടേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ NB അല്ലെങ്കിൽ NCയുടെ ഇക്വേഷൻ നമ്മൾ നോക്കാം. ഇതാണ് ഇക്വേഷൻ. അപ്പം -x TA/TB പ്ലസ് y എന്നുള്ളതാണ് ഇക്വേഷൻ. NA അല്ലെങ്കിൽ NB അല്ലെങ്കിൽ NC. അപ്പോൾ അതിൻ്റെ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. -1.8 അത് തെറ്റിപ്പോകരുത്. പിന്നെ TA എന്ന് പറയുന്നത് 40/TB. TB എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. TB എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു 5 പ്ലസ് y എന്ന് പറയുന്നത് 0.8. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ അങ്ങനെ കൊടുക്കുക, വാല്യൂ കിട്ടും. -1.8 ബ്രാക്കറ്റ് ഇൻറ്റു 40/5 പ്ലസ് 0.8.
15.2 അതാണ് നമുക്ക് ആർപിഎം കിട്ടിയിരിക്കുന്നത്. 15.2 ഇത് കിട്ടിയിരിക്കുന്ന വാല്യൂ പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. തേർഡ് മൊഡ്യൂൾ ഇത്രേ ഉള്ളൂ. അപ്പം ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ വരാൻ നേരത്ത് ചെയ്യാനുള്ളത് അത് ആ ഒരു രീതിയിൽ ചെയ്യണം. ഗിയർ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ട് അതിനെ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് ആ ഒരു രീതിയിൽ കൊണ്ടുവരണം. പിന്നെ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് ഇത് കണക്ക് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലേ അതിന് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കാണും. അപ്പം നിങ്ങളിത് കാണുന്നവർ ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസും കൂടെ നോക്കണം. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിനെയും അവരെങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ആ ബോക്സ് വരയ്ക്കാൻ നേരത്ത് ഏതൊക്കെ ഓറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ആകപ്പാടെ ഞാൻ പറഞ്ഞല്ലോ 1, 2, 3, 4 ഒരു 4 അല്ലെങ്കിൽ ഒരു 5 പാറ്റേണൊക്കെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൽ വരത്തുള്ളൂ. അത് തന്നെയാണ് പിന്നെ റിപ്പീറ്റ് അടിച്ചും ചെറിയ ഒരു വ്യത്യാസമൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 4-5 പാറ്റേൺ മാത്രം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് സുഖമായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ തേർഡ് മോഡ്യൂൾ. താങ്ക് യു.